വേദിയിലിരിക്കുന്ന ഉസ്താദ് അവറുകളെ, പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറ്റമില്ലാത്ത അനുഗ്രഹം കൊണ്ട് അവൻ നമ്മെ അവൻ്റെ ഹബീബായ നബി മുസ്തഫ അഹമ്മദ് മുജ്തബ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ ഉമ്മത്തികളിലായി അല്ലാഹു നമ്മളെ കൊണ്ടുവന്നു. അൽഹംദുലില്ലാ. ആ ഉമ്മത്തികളെന്ന അവസ്ഥയും ഫഖറും അഭിമാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്തു. അൽഹംദുലില്ലാ. തന്നെയുമല്ല, ഈ അവസാന കാലഘട്ടത്തിൽ കാമിലും മുറബിയുമായ ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ വളരാനും അവരുടെ ആദർശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഈമാനികമായ ഒരു ചിന്തക്ക് വക നൽകുന്ന ഒരു സദസ്സിൽ ഈശാമായിരിപ്പിൻ്റെ സന്ദർഭത്തിൽ അർഹമുറാഹിമായ തമ്പുരാൻ നാം ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടി. അൽഹംദുലില്ലാ. ബഹുമാനികളെ, ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കുൽ ഹിന്ദ് മജ്ലിസുൽ ഉലമാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്, ജംഇയ്യത്തുൽ മശായിഖീനെ ആലം അതിൻ്റെ ലോക പ്രസിഡന്റ് ഗൗസുൽ ആലം മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ 22ാമത്തെ പേരമകൻ ചിശ്തി ഖാദിരി തരീഖത്തിൻ്റെ ആത്മീയ നേതാവ് ഖുതുബുൽ മശായിഖ് സയ്യിദ് മുഹമ്മദ് ആരിഫുദ്ദീൻ ജീലാനി ബദ്ദലില്ലഹുൽ ആലി മഹാനവറുകൾ ഈ വരുന്ന 13, 14, 15 തീയതികളിൽ കരുവാരക്കുണ്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഷെയ്ഖ് സുഹൂരി ഷാ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും മഹാനായ കമാലുല്ലാ ഷാ സുഹൂരി മഹാനവറുകളുടെയും കുഞ്ഞിപ്പു ഹാജി അവറുകളുടെയും ഉറൂസ് മുബാറക്കും അതിനോടനുബന്ധിച്ചുള്ള ത്രിദിന തർബിയത്ത് ക്യാമ്പിനും നേതൃത്വം നൽകാൻ വേണ്ടി എത്തിച്ചേരുകയാണ്. ഔലിയാക്കളുടെ ശിക്ഷണത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്താനും ഔലിയാക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അവരുടെ ബന്ധത്തിലായിക്കൊണ്ട് ഈമാനിക അഭിവൃദ്ധി നേടാനും നിങ്ങൾ ഓരോരുത്തരെയും സാദരം ക്ഷണിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനികളെ, ഔലിയാക്കളെ തെറ്റായി മനസ്സിലാക്കുകയും ഐഹിക ജീവിതത്തിൽ പൂണ്ട് മുഴുകി ജീവിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ആധുനിക മുസ്ലിം സഹോദരന്മാർക്ക് ഔലിയാക്കളുടെ ആവശ്യകത എന്താണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആ വിഷയത്തിന് വേണ്ടിയാണ് ഇത്തരമൊരു പ്രചരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഔലിയാക്കളുടെ മാസം വന്നു കഴിഞ്ഞാൽ, മഹാന്മാരുടെ ഉറൂസ് മുബാറക്കുകൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീലാദുൻ നബി മീലാദു ഷരീഫ് സമീപിച്ചാൽ നമ്മുടെ മുസ്ലിം സമൂഹം 2 ചേരികളായി തിരിയുകയും ഒരു വിഭാഗം ഇത് മുഴുവനും ബിദ്അത്താണ്, ഇത് മുഴുവനും ദീനിന് നിരക്കുന്നതല്ല, ഔലിയാക്കളുടെ അവദാനങ്ങൾ പാടിപ്പുകഴ്ത്തുകയും ഔലിയാക്കളെ പരിധിയില്ലാതെ പുകഴ്ത്തുകയും ചെയ്യുന്നത് ദീനിന് യോജിച്ചതല്ല, ഇങ്ങനെ പ്രവാചകർ ചെയ്തിട്ടില്ല, സഹാബാക്കൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു പുതിയ ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കുന്ന മുസ്ലിം സഹോദരന്മാരും, അല്ല, ഔലിയാക്കളെ പാടി പുകഴ്ത്തേണ്ടതുണ്ട്, അവരെ നാം പരിഗണിക്കേണ്ടതുണ്ട്, അവരുടെ മദ്ഹുകൾ പാടുക, അവരുടെ മാലകൾ പാടുക, അവരുടെ കറാമത്തുകൾ പാടി പുകഴ്ത്തുക, അതുകൊണ്ട് വീട്ടിൽ ബർക്കത്തുണ്ടാക്കുക, പ്രയാസങ്ങൾ തീർക്കുക, ഈ വിഷയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മറുപക്ഷവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ നല്ല നല്ല ദിവസങ്ങൾ, നല്ല നല്ല മാസങ്ങൾ, നല്ല നല്ല കാലഘട്ടങ്ങൾ വന്നാൽ മുസ്ലിമീങ്ങളിൽ ഒരു വിഭാഗം ഔലിയാക്കളെ അന്ധമായി പുകഴ്ത്തുകയും മർഹബാ
ദീന് ഏതൊരു സ്ഥാനമാണോ അവർക്ക് നൽകിയതെങ്കിൽ ആ സ്ഥാനമാനങ്ങളെ മനസ്സിലാക്കുകയും അവരിൽ നിന്ന് എന്തൊരു അനുഗ്രഹമാണ്, എന്തൊരു നേട്ടമാണ് നാം കൈവരിക്കേണ്ടതെങ്കിൽ അത് കൈവരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ ഉണർത്താൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ നാം സംഘടിച്ചിട്ടുള്ളത്. ബഹുമാനികളെ, നമുക്കറിയാം, രാജ്യത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഇറാഖിന്റെ ഒരു കൊച്ചു ഗ്രാമത്തിലെ കൈലാനി എന്ന നാട്ടിൽ ജീവിച്ച മഹാനായ ഗൗസുൽ ആലം മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവറുകളുടെ പേരുകളും അവരുടെ മദ്ഹുകളും മാലകളും റാത്തീബുകളും 8-9 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് കൂടി ലോകത്തിന്റെ എല്ലാ മുക്കുമൂലയിലും, വിശിഷ്യ ഇന്ത്യയിലും നമ്മുടെ ഈ കേരളത്തിലും മലബാർ ജില്ലകളിലും അതിൻ്റെ കുഗ്രാമങ്ങളിൽ പോലും വീടുകളിൽ അവരുടെ മഹത്വങ്ങളും അവദാനങ്ങളും പാടുകയും പറയുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് ഇന്നലെ ജീവിച്ചു പോയ അല്ലെങ്കിൽ പച്ചയായ ഓർമ്മകൾ നിലനിൽക്കുന്ന നിലക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു മഹാനവറുകളുടെ സ്മരണ നമുക്കിടയിൽ അല്ലാഹു നിലനിർത്തുന്നത് ആ മഹാനവറുകൾക്കുള്ള പ്രത്യേകത കൊണ്ട് തന്നെയാണ്. അതുപോലെ ഇന്ത്യയുടെ ചക്രവർത്തി സുൽത്താനുൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന ഖാജാ മുഈനുദ്ദീൻ ചിശ്തിൽ അജ്മീരി തങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ നിർദ്ദേശത്തോടു കൂടി സ്വപ്നത്തിലൂടെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സിന്ധ് വഴി ഇന്ത്യയിൽ എത്തിച്ചേരുകയും അജ്മീർ എന്ന പ്രദേശത്ത് താമസിക്കുകയും 92 ലക്ഷം ജനങ്ങളെ ഇസ്ലാമിന്റെ സൽപാന്താവിലേക്ക് മഹാനവറുകളുടെ ആ ചെറിയ ആയുസ് കൊണ്ട് മാറ്റിയെടുക്കുകയും ചെയ്ത കഥ നമുക്കൊക്കെ അറിയുന്നതാണ്. ബഹുമാനികളെ, ഏതൊരു കാലഘട്ടത്തിലും ഈ ലോകത്ത് ഏത് നാട്ടിലാവട്ടെ, ഏത് പ്രദേശത്താവട്ടെ, ഈ അടുത്ത കാലം വരെ ഒരു 20-21 നൂറ്റാണ്ടിന്റെ മുൻപ് വരെ ഔലിയാക്കളുടെ ശക്തമായ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് ഈ സമൂഹത്തിന് ജീവനും ഉണർവും ഓജസ്സും ഉണ്ടായത് എന്ന് ചരിത്ര സത്യങ്ങളാണ്. വലിയ വലിയ വമ്പൻ രാഷ്ട്രങ്ങളെ ചെറിയ ചെറിയ കല്ലുകളെ കൊണ്ടും കൊച്ചു ആയുധങ്ങളെ കൊണ്ടും പരാജയപ്പെടുത്തിയ അഫ്ഗാൻ പോരാളികളുടെ കഥ അവർ ഔലിയാക്കളുടെ മക്കളായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ ലോകത്തെവിടെ പരിശോധിച്ചു നോക്കിയാലും ഔലിയാക്കളുടെ ശക്തമായ നേതൃത്വത്തിന്റെ കീഴിൽ ഏതൊരു സമൂഹം വളരുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ, അവർക്ക് അല്ലാഹുവിന്റെ നുസ്രത്തും ഈമാനിക അഭിവൃദ്ധിയും അവർക്ക് അന്തസ്സും അല്ലാഹു നൽകിയതായും നൽകിക്കൊണ്ടിരിക്കുന്നതായും ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ബഹുമാനികളെ, നമ്മുടെ ഈ കേരളത്തിൽ ഈ അടുത്ത കാലങ്ങളിലായിക്കൊണ്ട് നാം ഔലിയാക്കളെ ഏതൊരു വിധേന മനസ്സിലാക്കേണ്ടതുണ്ടോ ആ രീതിയിൽ മനസ്സിലാക്കാതെ വികലമായി അവരെക്കുറിച്ച് ധരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ സമീപിക്കുകയും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ഇന്തികാലായി പോയ മഹാന്മാരായ ഔലിയാക്കളുടെ മസാറുകൾ നമ്മുടെ ഐഹിക ജീവിതത്തിന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുകയും ജീവിക്കുന്ന ഔലിയാക്കളെ നാം സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കുകയും നാമുമായൊരു ബന്ധമില്ലാത്ത നിലക്ക് ഒരു അർദ്ധഭ്രാന്തരെ പോലെ ജീവിക്കുന്ന ഒരു അവസ്ഥയും നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും ഈ തരത്തിൽ പ്രവർത്തിക്കാതിരുന്നാൽ, ഒരു അർദ്ധഭ്രാന്ത സ്വഭാവത്തോടുകൂടി ജീവിക്കാതിരുന്നാൽ, പരിപൂർണ ശരീരത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് നല്ല വേഷവിധാനത്തോടുകൂടി 5 നേരം നമസ്കരിച്ചുകൊണ്ട് സാധാരണ മനുഷ്യനെ പോലെ പെരുമാറിക്കൊണ്ട് ഭാര്യ മക്കളെ നോക്കിക്കൊണ്ട് പുലർത്തിക്കൊണ്ട് എല്ലാ സാമൂഹിക ബാധ്യതകളെ നിറവേറ്റിക്കൊണ്ട് എല്ലാ വ്യക്തിപരമായ ജീവിതത്തിൽ സംശുദ്ധി വരുത്തിക്കൊണ്ട് ആരെങ്കിലും ജീവിക്കുകയും അവർ വലിയാണെന്ന് അറിയപ്പെടുകയും ചെയ്താൽ അത് അംഗീകരിക്കാൻ മനസ്സ് സമ്മതിക്കാത്തൊരവസ്ഥയിലേക്ക് ഈ ആധുനിക മുസ്ലിം സമൂഹം ചെന്നെത്തിയിട്ടുണ്ട് എന്ന ഖേദകരമായ അവസ്ഥ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനികളെ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആരാണ്? അവരെക്കുറിച്ച് ഖുർആൻ എന്താണ് പറയുന്നത്? അവരുടെ ദൗത്യം എന്താണ്? ഈ വിഷയങ്ങളെക്കുറിച്ചാണ് ഒരു ചെറിയ രൂപത്തിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഒരു ഈമാനിക ചൈതന്യം ഉൾക്കൊള്ളാൻ പറ്റുന്ന നിലക്കുള്ള ഒരു വിഷയം ചർച്ച ചെയ്യാൻ അല്ലാഹു ഇരു കൂട്ടർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, നമ്മുടെ ഇന്നത്തെ ഇന്ത്യ, ഈ കേരളത്തിലെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ 20-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജീവിക്കുന്ന നമ്മൾ
പത്രങ്ങൾ എടുത്തു നോക്കിയാൽ മുസൽമാൻ നാണിച്ച് തല താഴ്ത്തേണ്ട ഗതികേടാണ്. എല്ലാ കോളങ്ങളും എല്ലാ അനാചാരങ്ങളുടെ വാർത്തകളും മുസ്ലിമീങ്ങളുടെ പേരിലാണ് പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. കൊലയും കൊള്ളിവെപ്പും വഞ്ചനയും വ്യഭിചാരവും ചതിയും എന്നുവേണ്ട മൃഗങ്ങൾ പോലും നാണിക്കുന്ന നീചവും നികൃഷ്ടവുമായ സകല അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ മുസ്ലിമീങ്ങളുടെ പേരുകള്, ചെറുപ്പക്കാരുടെ പേരുകള് പത്രത്തിൽ ദിവസേന വന്നുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഇങ്ങനെ എല്ലാ വൃത്തികേടുകളുടെയും പിറകിലേക്ക് അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം സമൂഹം വഴുതിപ്പോകുന്നതിന്റെ കാരണം എന്താണ്? എന്തിന്റെ കുറവാണ്? ഏത് പഠനത്തിന്റെ കുറവാണ്? മദ്രസകൾക്ക് കുറവുണ്ടോ? പണ്ഡിത മഹാന്മാർക്ക് കുറവുണ്ടോ? ഇസ്ലാമിക പ്രഭാഷണങ്ങൾക്ക് കുറവുണ്ടോ? മാധുര്യമേറിയ ഖുർആൻ പ്രഭാഷണ കാസറ്റുകൾക്ക് കുറവുണ്ടോ? സിഡിയും ടിവിയും ഇന്റർനെറ്റും കമ്പ്യൂട്ടറും എന്ന് വേണ്ട ഇസ്ലാമിന്റെ പ്രചരണ രംഗത്ത് അത്യന്താധുനിക സാങ്കേതിക ഉപകരണങ്ങൾ മുഴുവനും ഉപയോഗിച്ചുകൊണ്ട് ജനമധ്യത്തിലേക്ക് ഖുർആൻ ഹദീസിന്റെ ഇൻഡെക്സുകൾ വരെ ഇറക്കിക്കൊണ്ട് ഏത് ഖുർആൻ ആയത്ത് എപ്പോൾ വേണമെങ്കിലും വായിക്കാനും മനസ്സിലാക്കാനും എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഈ കാലഘട്ടത്തിൽ, അതുപോലെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പണ്ഡിത മഹാന്മാർ നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദീനിയായ ഒരു സംശയത്തിന് ഒരു അല്പം പോലും വക നൽകാതെ ധാരാളം മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവരുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പള്ളികളും മദ്രസകളും സജീവമായി കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ബഹുമാനികളെ ഈ മുസ്ലിം സമൂഹത്തിന് ഇത്തരത്തിലുള്ള ഒരു മൂല്യച്യുതി, ഒരു അപജയം സംഭവിക്കുന്നതിന്റെ പിന്നിലെ കാരണം എന്താണ്? പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് ആ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കാണിച്ച ആവേശം, പള്ളിയിലേക്ക് കാണിച്ച തള്ളിക്കയറ്റല്, അതേ തള്ളിക്കയറല്, അതേ ആവേശം അതേ മുസ്ലിം സമൂഹം ഹറാമായ വിഷയത്തിലേക്കും ഉപയോഗിക്കുന്നു എന്നുള്ളത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ബഹുമാനികളെ, എന്താണ് ഇതിനൊരു പരിഹാരം? എവിടെയാണ് നമുക്ക് അബദ്ധം സംഭവിക്കുന്നത്? പഠനങ്ങളെല്ലാം അതിന്റെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ യുവതലമുറ ഈ ഗതികേടിന്റെ ഏറ്റവും ഉന്നതാവസ്ഥ എന്ന നിലക്ക് മുഴുവനും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ഹീറോയിന്റെയും പെത്തിഡിന്റെയും അടിമകളായിക്കൊണ്ട് കോളേജുകളിൽ എന്നല്ല കൊച്ചു കൊച്ചു കലാലയങ്ങളിലെ കൊച്ചു കൊച്ചു കുട്ടികൾ വരെ പാൻപരാഗ് പോലുള്ള മയക്കുമരുന്നുകൾ കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗതികേട്. ഈ നിലക്ക് നമ്മളെ ജീവിതത്തില് നല്ല വശങ്ങൾക്ക് സ്ഥാനമില്ലാതെ വെറും നീചമായ പ്രവർത്തനങ്ങളിലേക്ക് നാം വഴുതിപ്പോകുന്നത് ഏതൊരു നിലക്കുള്ള ഇസ്ലാമിക പ്രബോധനത്തിന്റെ കുറവാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനൊരു പരിഹാരവും നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയണം. ഈ പരിഹാരത്തിലൂടെ ഈ മുസ്ലിം സമൂഹത്തെ കൈപിടിച്ച് ഉയർത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അടുത്ത ഭാവിയിൽ വരുന്ന തലമുറ ഏതൊരു ഗതിയിലായി പോകുമെന്ന് നാം ചിന്തിക്കേണ്ടതാണ്, നമ്മെ അത് ഭയപ്പെടുത്തേണ്ടതാണ്. ബഹുമാനികളെ, ഈ വിഷയങ്ങൾക്കെല്ലാം നമുക്ക് ഒരു അത്താണിയായിട്ടുള്ളത്, നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഏത് ഘട്ടത്തില്, ഏത് സമൂഹത്തില്, ഏത് പ്രബോധന രംഗത്ത് എന്തൊരു തകരാറ് സംഭവിച്ചാലും ആ തകരാറിന്റെ പരിഹാരമായി നാം നിർദ്ദേശിക്കേണ്ടത്, പരിഹാരം തേടേണ്ടത്, പരിഹാരം അന്വേഷിക്കേണ്ടത് പ്രവാചക ജീവിതത്തിലാണ്. പ്രവാചകരുടെയും സഹാബാക്കളുടെയും ആ നല്ല കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോവുകയും ആ കാലഘട്ടത്തിലെ പ്രവർത്തനവുമായി നമ്മുടെ ഇന്നത്തെ ജീവിതത്തിനോ ആദർശത്തിനോ വിശ്വാസത്തിനോ പ്രവർത്തനങ്ങൾക്കോ വല്ല തകരാറുമുണ്ടെങ്കിൽ ആ തകരാറ് പരിഹരിക്കുകയാണ് നാം ഇതിന് ചെയ്യേണ്ട പരിഹാരം. അല്ലാതെ സംഘടനകൾ മാറിക്കൊണ്ട് പ്രവർത്തിക്കുകയും ഒരു സംഘടനയിൽ നിന്ന് മറ്റൊരു സംഘടനയിലേക്ക് ചേക്കേറിക്കൊണ്ട് താൻ വന്ന സംഘടനയെക്കുറിച്ച് പരസ്യമായി സ്റ്റേജിൽ അവഹേളനകളുടെ ശരങ്ങള് അമ്പെയ്ത് മുന്നോട്ട് വിടുകയല്ല മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത്. മറിച്ച് ഈ സംഘടനകളെല്ലാം പിൽക്കാലത്ത് രൂപീകരിക്കപ്പെട്ടതാണ്. നാം ഒക്കെ വിശ്വസിക്കുന്ന, ഇന്ന് ഏറ്റവും പഴക്കമെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എല്ലാ സംഘടനകളും, എന്തിന് നമ്മുടെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ മഹത്തായ സംഘടന വരെ അതിന് ഒരു 70-80 കൊല്ലത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. ഞാൻ അതിനെ ചെറുതായി കാണുകയല്ല, നിസ്സാരമായി കാണുകയല്ല. ആ സംഘടനയുടെ മുൻപ് ഇന്ന് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയും നമ്മുടെ ഈ നാട്ടില് സജീവമായി നിലനിന്നിരുന്നില്ല. ഈ 80 കൊല്ലത്തിന്റെ പഴക്കം, അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ പഴക്കം, 50 കൊല്ലത്തിന്റെ പഴക്കം, 40 കൊല്ലത്തിന്റെ പഴക്കം, അതിലും കുറഞ്ഞ പഴക്കമാണ് ഈ സംഘടനകൾക്കൊക്കെയുള്ളത്.
നാം മനസ്സിലാക്കുന്നത് നമ്മുടെ വിജയത്തിന്റെ ആധാരം നമ്മുടെ ഖബറിലെ ശാന്തിയോടുകൂടിയുള്ള വിശ്രമത്തിന് ഏതെങ്കിലും ഒരു സംഘടനയുടെ ലേബൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ പിൻബലം എനിക്ക് ആവശ്യമാണെന്ന് എന്താ മുസ്ലിമീങ്ങൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു സംഘടനയിലെ ഏതെങ്കിലും പ്രവർത്തനങ്ങളുടെ തകരാറുകൊണ്ട് മനസ്സ് മുഷിഞ്ഞു പോയാൽ അവൻ ചിന്തിക്കുന്നത് ഇനി ഞാൻ ഏത് സംഘടനയിലേക്ക് പോകണം. ഇവിടെ സംഘടനകളുടെ ആധിക്യം കൊണ്ട്, സംഘടനകളുടെ പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങളെ കൊണ്ട് മുസ്ലിം സമൂഹം നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരുടെ മനസ്സുകൾ വരും പോലും മലീമസമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ സമൂഹത്തിൽ ഇന്ന് കാണുന്ന സംഘടനകളിലേക്ക് മാറി മാറി ചിന്തിച്ചുകൊണ്ട്, സംഘടനകളിലേക്ക് ചേക്കേറിക്കൊണ്ട് കാര്യങ്ങൾ പരിശോധിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തിന് എന്നും നിലനിൽക്കുന്ന, എന്നും ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു ശാശ്വത പരിഹാരം ഈ വിഷയത്തിൽ പ്രവാചകർ നൽകുന്നുണ്ട്. ബഹുമാനികളെ, എന്റെ സമുദായത്തിന് ഇനി നബിമാരില്ല, ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഇനി പ്രവാചകരില്ല. അതുകൊണ്ട് നിങ്ങളുടെ മൂല്യച്യുതി സംഭവിക്കുന്ന സമയത്ത്, ആദർശത്തിൽ വ്യതിയാനം സംഭവിക്കുന്ന സമയത്ത്, നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ വല്ല പോരായ്മകളും സംഭവിക്കുന്ന സമയത്ത് നിങ്ങളെ സൽപാന്താവിലേക്ക് കൊണ്ടുവരാൻ ഇനി നൂറ്റാണ്ടുകൾക്കുള്ളിൽ, കാലഘട്ടങ്ങൾക്കുടയിൽ ഉള്ളിൽ ഇനി ഒരു നബി വരാനില്ല. മറിച്ച് എനിക്ക് ശേഷം നബിമാരില്ലെങ്കിലും നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകതരം ഔലിയാക്കള്, പണ്ഡിതന്മാര്, അവരാണ് ഇനി പരിഷ്കർത്താക്കളായിക്കൊണ്ട് ഈ സമൂഹത്തിന് നിലനിൽക്കാനുള്ളതെന്നും, അങ്ങനെ കാലഘട്ടങ്ങൾ മുന്നോട്ട് പോകുമ്പോ, നൂറ്റാണ്ടുകൾ കടന്നു പോകുമ്പോ, 8, 9, 10, 11, 12, 13, 14 നൂറ്റാണ്ട് കഴിഞ്ഞ ഈ സന്ദർഭത്തിലും പ്രവാചകർ പറയുന്നത് നൂറ്റാണ്ടുകൾ മുന്നോട്ട് പോയി ഖിയാമത്ത് നാൾ വരെ ഇനി എത്ര നൂറ്റാണ്ടുകളാണ് നമുക്ക് ജീവിക്കാനുള്ളതെന്നറിയില്ല, കഴിഞ്ഞു കിടക്കാൻ ഈ ലോകം നിലനിൽക്കാനുള്ളത് എന്നറിയില്ല. എത്ര നൂറ്റാണ്ട് ബാക്കിയുണ്ടെങ്കിലും കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്കും ഇനി വരാൻ പോണ നൂറ്റാണ്ടുകൾക്കും പ്രവാചകർ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തില്, നിങ്ങളുടെ ആദർശത്തില്, നിങ്ങളുടെ ഈമാനിക വിഷയത്തില് വല്ല പോരായ്മയും സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന പക്ഷം നിങ്ങൾ അവിടെ കിടന്ന് നട്ടം തിരിയാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചേക്കേറാതെ, ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പാറിപ്പറക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ ആദ്യകാല ജീവിതത്തിലേക്ക് മടങ്ങുകയാണെന്ന് മുത്തുപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തെ ഉണർത്തുകയാണ്. ബഹുമാനികളെ, ഏത് കാലഘട്ടത്തിലും സമൂഹത്തിന് മൂല്യച്യുതി സംഭവിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അതിനെ ചില നല്ല കാര്യങ്ങളെ കൊണ്ട് മൂടപ്പെട്ടിട്ടുണ്ടാകും എന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. പള്ളികൾ സജീവമാണ്, മുസ്ലിമീങ്ങൾ നമസ്കരിക്കുന്നുണ്ട്, ദീനിയായ പഠനങ്ങൾ വളരെ ഉഷാറാണ്. എല്ലാ നിലക്കും പെട്ടെന്ന് നോക്കിയാൽ ബാഹ്യമായി ഒരു പോരായ്മയും കാണാത്ത വിധത്തില് ബാഹ്യമായ എല്ലാ രംഗവും നന്നായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ആന്തരീയത്തിലേക്ക് ചിന്തിച്ചാൽ, ഉള്ളിലേക്ക് ചിന്തിച്ചാൽ നമുക്ക് നമ്മുടെ റബ്ബുമായി യാതൊരു ബന്ധവുമില്ല. നമ്മുടെ അള്ളാഹിനെ കുറിച്ച് നമുക്ക് യാതൊരു അറിവുമില്ല. അവനെ സ്നേഹിക്കാനോ, അവനോട് ബന്ധം സ്ഥാപിക്കാനോ, അവന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിക്കാനോ, അവന്റെ താല്പര്യങ്ങൾ തന്റെ താല്പര്യങ്ങളാക്കി മാറ്റാനോ, അവൻ ഇഷ്ടപ്പെടാത്തത് ചെയ്യുന്നതിനൊരു വിമുഖത ഉണ്ടാക്കാനോ മുസ്ലിം സമൂഹത്തിന് കഴിയുന്നില്ല. മറിച്ച് അള്ളാഹുവിനെ കുറിച്ച് ഒരു എത്തും പിടുത്തവും ഇല്ലാത്തൊരവസ്ഥയിൽ നാമമാത്രമായി അള്ളാഹുവിനെ തന്റെ ചുണ്ടുകളിലും നാക്കുകളിലും ഒതുക്കിക്കൊണ്ട് ആ ഒരു അന്ധമായ ജീവിതം അല്ലെങ്കിൽ ഒരു ബാഹ്യമായ കാട്ടിക്കൂട്ടല് മാത്രം ചെയ്തുകൊണ്ട് ഒറ്റക്ക് അവന്റെ ഇച്ഛ, അവന്റെ ദേഹേച്ഛ അവനോട് എന്തു പറയുന്നു ആ തെറ്റുകളിൽ മുഴുവൻ മുഴുകിക്കൊണ്ട് ഹറാമും ഹലാലും എന്ന വ്യത്യാസമില്ല ഈ ഐഹിക ജീവിതത്തിന് വേണ്ടി പാടുപെട്ടുകൊണ്ട് ഹറാമും ഹലാലും കൂട്ടിക്കുഴച്ചുകൊണ്ട് എല്ലാവിധ വേണ്ടാത്തരങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ ജീവിതം, ഇത് തന്നെ തെളിവാണ് നമ്മുടെ സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിന് എവിടെയോ കാതലായ ഒരു തകരാറ് സംഭവിക്കുന്നുണ്ട്. പറയുന്നവർ പറയാഞ്ഞിട്ടല്ല, ചർച്ച ചെയ്യുന്നവർ ചർച്ച ചെയ്യാഞ്ഞിട്ടല്ല, ഉത്ബോധന ക്ലാസുകൾ നടക്കാഞ്ഞിട്ടല്ല, പണ്ഡിതന്മാർ പരിശ്രമിക്കാഞ്ഞിട്ടല്ല, എന്താണെന്നറിയില്ല. എന്നിട്ടുകൂടി ഈ സമൂഹത്തിന്റെ കുത്തിയൊഴുക്ക് അനാചാരത്തിലേക്കും അശ്ലീല പ്രവർത്തനങ്ങളിലേക്കും ഈ പോകുന്ന ഒഴുക്കിനെ തടയിടാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുമ്പോ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും. നമ്മിൽ എവിടെയോ എന്തോ ഒരു കാര്യമായ തകരാറ് സംഭവിച്ചു പോകുന്നുണ്ട്. എനിക്ക് സംഭവിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്, സമൂഹത്തിന് സംഭവിക്കുന്നുണ്ട്. ഏതെങ്കിലും സംഘടനക്ക് സംഭവിക്കുന്നുണ്ടെന്നോ മറ്റൊരു സംഘടനക്ക് സംഭവിക്കുന്നില്ല എന്നോ, ഞങ്ങൾ നല്ലവരാണെന്നോ
ഒരു വാദവും ഈ വിഷയത്തിലില്ല. മറിച്ച് നാം ഓരോരുത്തരും തുല്യ ദുഃഖിതരാണ്, തുല്യ പങ്കാളികളാണ്. നമ്മുടെ ഈ സമൂഹത്തിന്റെ മൂല്യച്യുതിക്ക് നാം ഓരോരുത്തരും ഉത്തരവാദികളാണെന്നിരിക്കെ ഇതിനൊരു പരിഹാരം എന്താണെന്ന് അറിയുകയും ചിന്തിക്കുകയും ആ പരിഹാരത്തിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടില്ലെങ്കിൽ ആ അള്ളാഹുവിന്റെ വെറുപ്പിന്റെ, അവന്റെ പരീക്ഷണത്തിന്റെ, അവന്റെ ബലാവിന്റെ കാർമേഘങ്ങൾ നമുക്ക് തലക്ക് മുകളിൽ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. സമീപ രാജ്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിമീങ്ങൾ പ്രയാസപ്പെടുന്നു. രക്തം പച്ചവെള്ളം പോലെ ഭൂമിയിൽ ചിന്തിക്കൊണ്ടിരിക്കുന്നു. പിഞ്ചു പൈതങ്ങൾ പോലും ദാരുണമായി മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുസ്ലിമീങ്ങളുടെ രാജ്യങ്ങൾ ഇതാ കൈവിട്ടുകൊണ്ടിരിക്കുന്നു. മുസ്ലിം അന്തസ്, മുസ്ലിം പ്രതാപം, മുസ്ലിം അഭിമാനം നടുറോട്ടില് പിച്ച് ചീന്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബഹുമാനികളെ, ഇപ്പോഴും നാം ഉണർന്നില്ലെങ്കിൽ, ഇപ്പോഴും നാം ഇതിന് പരിഹാരമായി കാര്യമെന്താണെന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ നമുക്ക് അബദ്ധം കൂടുതൽ സംഭവിച്ചു പോകും. ആ നാട്ടിൽ നിന്ന് ഈ നാട്ടിലേക്കുള്ള വിദൂര വൈദൂര്യം അങ്ങ് മിസൈലുകൾക്കോ ബോംബുകൾക്കോ ഇതൊന്നും ഒരു ദൂരമല്ല ബഹുമാനികളെ. അള്ളാഹുവിന്റെ വെറുപ്പിന്റെ, അവന്റെ പരീക്ഷണത്തിന്റെ, അവന്റെ അദാബിന്റെ കാർമേഘങ്ങൾ നമ്മുടെ തലക്ക് മുകളിൽ നിന്ന് നീക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ എവിടെയോ നമുക്ക് കാതലായ തകരാറ് സംഭവിക്കുന്നുണ്ടെന്നും ആ തകരാർ എന്താണെന്ന് തിരിച്ചറിയുകയും അതിനെ പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ള വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ബഹുമാനികളെ. പ്രവാചകർ പറയുന്നതും അത് തന്നെയാണ്. നബിയുടെ ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹാ. എൻ്റെ ഈ അന്ത്യ സമുദായം, എൻ്റെ ഈ സമുദായത്തിന്റെ അവസാന കാലഘട്ടം വരെ, ഈ സമുദായത്തിന്റെ അവസാന കാലഘട്ടം വരെ ലാ യസ്ലഹു, അത് നന്നാകുകയില്ല. ആഖിറു ഹാദിഹിൽ ഉമ്മത്തി, എൻ്റെ ഈ സമുദായത്തിന്റെ അന്ത്യം നന്നാകുകയില്ല. ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹാ, എന്റെ സമുദായത്തിന്റെ ആദ്യം, അതായത് എന്റെ നൂറ്റാണ്ട്, ഞാൻ ജീവിച്ച കാലഘട്ടം, ഖൈറുൽ ഖുറൂനി ഖർനി, എന്റെ നൂറ്റാണ്ടാണ് ഏറ്റവും നല്ല നൂറ്റാണ്ടെന്ന് പറഞ്ഞ ആ ആദ്യ കാലഘട്ടത്തിലേക്ക് മടങ്ങിയാലല്ലാതെ, ആ ആദ്യ കാലഘട്ടത്തിൽ നിന്ന് പരിഹാരം പഠിച്ചാലല്ലാതെ, ആ ആദ്യ കാലഘട്ടത്തിലേക്ക് മടങ്ങിയാലല്ലാതെ നിങ്ങൾ നന്നാകുകയില്ല. എന്റെ സമുദായം അന്ത്യം വരെ നന്നാകുകയില്ല എന്ന് പ്രവാചകർ പറയുമ്പോ ഞാൻ ഈ പറഞ്ഞ വിഷയമാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്. വല്ല പ്രശ്നവും വല്ല പ്രയാസവും നമ്മൾ സഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മടങ്ങാൻ ഏറ്റവും നല്ലത്, ഏറ്റവും അനുയോജ്യം നബിയുടെ ആദ്യ നൂറ്റാണ്ട് തന്നെയാണ്. ഈ നൂറ്റാണ്ടിലേക്ക് നമ്മൾ മടങ്ങുന്നില്ല എന്നോ പണ്ഡിതരാരും അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എന്നോ അങ്ങനെ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. മറിച്ച് നാം പ്രവാചക കാലത്തേക്ക് മടങ്ങുമ്പോ ആ കാലഘട്ടത്തിലെ സമ്പൂർണ്ണ പ്രബോധന കാലഘട്ടം നാം മനസ്സിലാക്കുകയും അറിയുകയും പഠിക്കുകയും അതിന്റെ ഘട്ടം ഘട്ടമായി നബി ചെയ്ത ആ തർബിയത്തിന്റെ, പരിശീലനത്തിന്റെ, സംസ്കരണത്തിന്റെ, തസ്കിയത്തിന്റെ കാലങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും അതേ പഠന പദ്ധതി, അതേ സംസ്കരണ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ എന്തുണ്ട് വഴിയെന്ന് ചിന്തിക്കുകയും ചെയ്താലല്ലാതെ ഇതിനൊരു പരിഹാരമുണ്ടാകില്ല എന്നാണ് ഞാൻ ശ്രദ്ധിപ്പിക്കുന്നത് ബഹുമാനികളെ. നമുക്കൊന്ന് മടങ്ങി നോക്കാം പ്രവാചക കാലഘട്ടത്തിലേക്ക്. പ്രവാചക കാലഘട്ടത്തിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തി കാണിച്ചു തന്ന, മാതൃകയാക്കി കാണിച്ചു തന്ന നബിയുടെ പ്രബോധന കാലഘട്ടം, ആ പ്രബോധന ശൈലി എത്ര നമ്മൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നാം ഉപയോഗപ്പെടുത്തുന്നുണ്ട്, എന്തിനെയെല്ലാം നാം വിസ്മരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ബഹുമാനികളെ. അള്ളാന്റെ റസൂൽ സഹാബാക്കളെ, ആ മക്കാ മുശ്രിക്കീങ്ങളെ ഉഹുദ് മലയുടെ മുകളിൽ വെച്ചുകൊണ്ട് ഏക ദൈവവിശ്വാസത്തിലേക്ക്, അള്ളാഹുവിലേക്ക്, ഏക ഇലാഹിലേക്ക് ക്ഷണിച്ചപ്പോ അബൂജാഹിലും കൂട്ടരും പ്രവാചകരെ ആക്ഷേപിച്ചുകൊണ്ട്, പുച്ഛിച്ചുകൊണ്ട്, നബിയെ ആക്ഷേപിച്ചുകൊണ്ട് വർത്തമാനം പറയുകയും അവിടുന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തതിന് ശേഷം നബിക്ക് പ്രയാസങ്ങളാണ് നേരിട്ടത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ രഹസ്യമായി കൊണ്ട് സഹാബാക്കളെ, ആ മക്കാ നിവാസികളെ ദീനിലേക്ക് കൊണ്ടുവന്നപ്പോ ആദ്യമായി ദീൻ സ്വീകരിച്ച മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ, കുട്ടിയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അടിമയായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ഓരോരുത്തർ ഇസ്ലാം മതത്തിലേക്ക് വന്നപ്പോ ദാറുൽ അർഖമിൽ വെച്ചുകൊണ്ട് നബി രഹസ്യമായി ഒരു കാലം അവർക്ക് പ്രബോധനം നടത്തിയിട്ടുണ്ട്. ആ കാലഘട്ടം ലോകത്ത് പ്രചരിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ പരസ്യമായി നബി അത് പറഞ്ഞിട്ടില്ല. ആ ന്യൂനപക്ഷത്തിന് തന്റെ വീടിൽ വെച്ചുകൊണ്ട് രഹസ്യമായി കുറച്ചു കാലം പ്രബോധനം നടത്തുകയുണ്ടായി. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതത്തിലേക്ക് വന്നതിന്റെ ശേഷം അതല്പം പരസ്യപ്പെടുകയും പ്രയാസങ്ങളുടെ നൂലാമാലകള് നബിക്കും സഹാബാക്കൾക്കും സ്വീകരിക്കേണ്ടി വന്നതുമായ ആ 23 കൊല്ലഘട്ടെ
പ്രയാസവും ദുരിതവും ഉൾപ്പെടുന്ന ജീവിത പ്രബോധന കാലഘട്ടം, ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്തു സംഭവിച്ചു, എന്താണ് പ്രവാചകർ ചെയ്തത്, ഏതിനാണ് മുഖ്യ സ്ഥാനം നൽകിയത്, ആദ്യകാലത്തിൽ എന്തിനു സ്ഥാനം നൽകി, പിന്നീട് എന്തിലേക്ക് ശ്രദ്ധിച്ചു, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ നമുക്ക് ആ പ്രബോധന കാലഘട്ടം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധ്യമല്ല. ബഹുമാനികളെ, അള്ളാഹുവിന്റെ റസൂൽ എന്താണ് ആദ്യത്തിൽ ചെയ്തത്, പിന്നെന്താണ് ചെയ്തത്, പിന്നെ എന്താണ് ചെയ്തത്, ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി വളരെ ക്ലിയർ ആയിക്കൊണ്ട് അള്ളാഹു തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്. ബഹുമാനികളെ, എന്റെ നബി ഈ സമൂഹത്തിന് എന്താണ് ചെയ്തു കൊടുത്തത്, എന്തൊരു ഗുണമാണ് നബി ചെയ്തത്, അല്ലെങ്കിൽ നബിയിലൂടെ ഈ ഉമ്മത്തിന് എന്തൊരു ഗുണമാണ് കിട്ടിയതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഖുർആനിക സൂക്തം ഒന്ന് നോക്കൂ ബഹുമാനികളെ. അല്ലാഹു പറയുന്നു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത എന്ന് അല്ലാഹു നബിയെ കുറിച്ച് പറയുന്നു, നബിയുടെ ദൗത്യത്തെ കുറിച്ച് പറയുന്നു, നബിയെ ഈ സമൂഹത്തിന് നൽകിയതിനെ കുറിച്ച് അല്ലാഹു പറയുന്നു. ഈ സമുദായത്തിന് അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് നാം ഒരു ഗുണം ചെയ്തിരിക്കുന്നു. ഞാനൊരു ഗുണം ചെയ്തത് അല്ലാഹു തന്നെ എടുത്തു പറയുകയാണ്, മിന്നത്ത് പറയുകയാണ്, എടുത്തു പറയുകയാണ്. ഞാൻ ഈ ഉമ്മത്തിന് മുഅ്മിനീങ്ങൾക്ക് ഒരു ഗുണം, ഒരു ഔദാര്യം ഞാൻ ചെയ്തിരിക്കുന്നു. എന്താണത്? ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻഹും, അവരിൽ നിന്ന് തന്നെ നാം അവർക്കൊരു പ്രവാചകരെ അയച്ചു കൊടുത്തു. അവരിൽ നിന്ന് തന്നെ, അവർക്കിടയിൽ നിന്ന് തന്നെ ഒരു പ്രവാചകരെ നാം അവർക്ക് നിയോഗിച്ചു കൊടുത്തു. ഇത് മുഅ്മിനീങ്ങൾക്ക് നാം ചെയ്തു കൊടുത്ത ഒരു ഗുണമാണെന്ന് അല്ലാഹു പറയുന്നു. ബഹുമാനികളെ, എന്നിട്ട് എന്റെ നബി എന്തു ചെയ്തു? അത് അല്ലാഹു 4 കാര്യങ്ങളായിക്കൊണ്ട് വളരെ വ്യക്തമായി അല്ലാഹു പറയുന്നു. എന്റെ നബി ചെയ്തത് അല്ലെങ്കിൽ പ്രവാചകരുടെ ദൗത്യം 4 ആയിരുന്നു. 4 മുഖ്യമായ വിഷയങ്ങൾ. 1 യത്ലു അലൈഹിം ആയാതിഹി, 2 വയുസക്കീഹിം, 3 വയുഅല്ലിമുഹുൽ കിതാബ, 4 വൽ ഹിക്മത. ഈ 4 ദൗത്യമാണ് എന്റെ നബി ഈ മുഅ്മിനീങ്ങൾക്കിടയിൽ നിർവഹിച്ചതെന്ന്, ഈ സമൂഹത്തിനിടയിൽ നിർവഹിച്ചതെന്ന് ഞാൻ പറയുകയല്ല, ചരിത്രം പറയുകയല്ല, മഹാന്മാര് പറയുകയല്ല, പ്രവാചകര് തന്നെ പറയുകയല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിശുദ്ധ ഖുർആനിൽ ഉണർത്തുന്നു. ഈ 4 ദൗത്യമാണ് എന്റെ പ്രവാചകർ ചെയ്തത്. എന്റെ ബഹുമാനികളെ, ഈ 4 ദൗത്യം എന്താണ്? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ 4 ദൗത്യവും ഇന്ന് നമ്മിൽ നിർവഹിക്കപ്പെടുന്നുണ്ടോ? ഏതെങ്കിലും ദൗത്യത്തിന് പോരായ്മയുണ്ടോ? ഏതെങ്കിലും ദൗത്യം നമ്മൾ ചെയ്യാതെ പോകുന്നുണ്ടോ? ഇത് ശ്രദ്ധിക്കുകയല്ലാതെ, ഇതിനൊരു പരിഹാരം മനസ്സിലാക്കുകയല്ലാതെ മറ്റെന്തുണ്ട് ബഹുമാനികളെ നമ്മുടെ ഈ ഗതികേടിന് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ സംഭവിച്ച ഈ അപകടത്തിന് പരിഹാരം കാണാൻ? ഹദീസിലൂടെയാണ് ഞാൻ ഉണർത്തിയത്, ഖുർആനിലൂടെയാണ് ഉണർത്തിയത്. ആദ്യകാലത്തിലേക്ക് മടങ്ങാൻ പ്രവാചകർ പറഞ്ഞു. ആദ്യകാലത്തിൽ പ്രവാചകർ എന്താണ് ചെയ്തതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും പറഞ്ഞു. ബഹുമാനികളെ, ഈ ഖുർആനിൽ പറയപ്പെട്ട 4 പ്രവാചക ദൗത്യങ്ങൾ, ഇതിൽ ഏതൊക്കെ നമ്മിൽ ഇന്ന് നടപ്പിലുണ്ട്, അതെങ്ങനെയൊക്കെ നടപ്പിലായിട്ടുണ്ട്, എന്തിന് കുറവുണ്ട്, ഇത് മനസ്സിലാക്കിയാൽ ആ പോരായ്മയുള്ള കുറവുള്ള വല്ല വിഷയവും ഉണ്ടെങ്കിൽ അതിനൊന്ന് തട്ടി ഉണർത്തിയാൽ ഈ ലോകത്ത് ഇന്ന് ജീവിക്കുന്ന, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന, കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ പണ്ഡിത മഹാന്മാരും എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരുമയോടുകൂടി ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ഏകോദര സഹോദരങ്ങളായിക്കൊണ്ട് ഒരു മുസ്ലിം മരണപ്പെട്ടാൽ അവന്റെ വീട്ടിലേക്ക് ജനാസ കാണാനും അവരുടെ ഖബറ് ജനാസയെ അനുഗമിക്കാനും എല്ലാത്തിനും ഒരുമിച്ച് കൂടേണ്ട ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ ആദമിന്റെയും ഹവ്വാ റളിയല്ലാഹു അൻഹയുടെയും മക്കളായ മുസ്ലിം സമൂഹം സംഘടനകളുടെ പേരിൽ പരസ്പരം ആക്ഷേപിച്ചുകൊണ്ട്, പരസ്പരം ഗീബത്ത് പറഞ്ഞുകൊണ്ട് തന്റെ സൽക്കർമ്മങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തുന്ന ഈ അവസ്ഥ മാറ്റിക്കൊണ്ട് ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ നമുക്ക് വല്ല പോരായ്മയുണ്ടെങ്കിൽ പഠിച്ച വലിയ വലിയ പണ്ഡിതന്മാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ പരിഹാരം, ആ പോരായ്മ ഈ സമൂഹത്തിൽ നിന്ന് നികത്തുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കുള്ള പ്രശ്നങ്ങൾ തീരും. ലാ ശക്ക ഫീഹി, തീരും. അല്ലാഹു ഒരു സമൂഹത്തെ പരസ്യമായി
നശിക്കാൻ വേണ്ടി, ഒരിക്കലും നന്നാവാതിരിക്കാൻ വേണ്ടി ഒരു സമൂഹത്തെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. ഒരു സമൂഹവും അങ്ങനെ ആകുകയില്ല. പരിശ്രമിച്ചാൽ, അധ്വാനിച്ചാൽ, ഒരുമയോടെ നീങ്ങിയാൽ, ഐക്യത്തോടെ മുന്നോട്ട് പോയാൽ ഈ സമൂഹത്തിന് ഇന്നും എന്നും ബർക്കത്തുകളും അവന്റെ ഫുയൂലാത്തുകളെ കൊണ്ടും അനുഗ്രഹീതരാവാൻ ഈ സമൂഹത്തിന് സാധിക്കും. അവിടേക്കൊന്ന് ശ്രദ്ധിക്കുക ബഹുമാനികളെ. നമ്മുടെ പ്രവാചകർ ചെയ്ത ആദ്യത്തെ ദൗത്യം പരിശുദ്ധ ഖുർആൻ പറയുന്നത് യത്ലു അലൈഹിം ആയാതിഹി, ആയത്തുകൾ നബി ഓതി കേൾപ്പിക്കും എന്നാണ് ഇതിന്റെ നേരെ തർജുമ. ഈ വാചകത്തിന്റെ ഖുർആൻ വാക്കിന്റെ നേരെ പരിഭാഷ, ഖുർആനിലെ ആയത്തുകൾ നബി അവർക്ക് ഓതി കേൾപ്പിക്കും. യത്ലു അലൈഹിം ആയാതിഹി. ഇവിടെ ഖുർആനിലെ ആയത്ത് എന്നർത്ഥം പറയുന്നില്ല. ആയാതിഹി, അവന്റെ ആയത്തുകൾ. ഇവിടെ അവൻ എന്ന് പറയുന്നത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾ നബി അവർക്ക് വിശദീകരിച്ചു കൊടുക്കും. എന്താണ് ഈ പറയുന്നത്? എന്താണ് ഇവിടുത്തെ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖുർആനിലെ ആയത്തുകളാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഖുർആനിലെ ആയത്തുകൾ മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? ചിന്തിക്കണം. ഖുർആനിക പഠനം പ്രവാചകർ ചെയ്തത് തന്നെയാണ്. അതിനെ തള്ളിപ്പറയുകയോ അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ആ ഖുർആൻ ആയത്തിനെ കുറിച്ചും ഖുർആനിക പഠനത്തെക്കുറിച്ചും അല്ലാഹു മറ്റൊരു ദൗത്യമായി പറയുന്നുണ്ട് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ, കിതാബ് പഠിപ്പിച്ചു കൊടുക്കും. മൂന്നാമത് മുത്തു പ്രവാചകർ ചെയ്ത ദൗത്യം അല്ലാഹു പറയുന്നു കിതാബ് പഠിപ്പിച്ചു കൊടുക്കും. ഇവിടെ പറയുന്ന കിതാബ് ഖുർആൻ തന്നെയാണ്. ലാ ശക്ക ഫീഹി, സംശയമില്ല, ഖുർആൻ തന്നെയാണ് നബി പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ വയുഅല്ലിമുഹുൽ കിതാബ, കിതാബ് പഠിപ്പിച്ചു കൊടുക്കും എന്ന് മൂന്നാമതായി അല്ലാഹു പറയുന്നത് കൊണ്ട് ഒന്നാമത്തതും ഖുർആനിക പഠനമാണെന്ന് മനസ്സിലാക്കിയാൽ പറ്റില്ല ബഹുമാനികളെ. കാരണം ഒരേ വിഷയം, ഒരേ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുക എന്നതൊരിക്കലും അല്ലാഹു ചെയ്യുന്ന പരിപാടിയല്ല. അല്ലാഹു ഖുർആനിഹി, ആയത്തുകൾ നബി അവർക്ക് വിശദീകരിച്ചു കൊടുക്കും. തഫ്സീറുകൾ നോക്കിയാലും വിശദീകരണങ്ങൾ നോക്കിയാലും കണ്ടെത്താൻ കഴിയും അല്ലാഹുവിനെ കുറിച്ചുള്ള, അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനല്ല, അല്ലാഹുവിനെ മനസ്സിലാക്കി കൊടുക്കാനല്ല, അല്ലാഹുവിന്റെ ആയത്തുകൾ, അതായത് അവന്റെ ദൃഷ്ടാന്തങ്ങൾ നബി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. ചെറിയ ചെറിയ കാര്യങ്ങള് അല്ലാഹുവിനെ കുറിച്ച് അവർക്ക് പറഞ്ഞ് പറഞ്ഞ് അവരുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ബന്ധം അല്ലാഹുമായി ഉണ്ടാക്കി കൊടുക്കും. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി ചെയ്ത ദൗത്യമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. ബഹുമാനികളെ, അല്ലാഹുവിനെ കുറിച്ചുള്ള ദൃഷ്ടാന്തങ്ങള്, ആയത്ത്, ദൃഷ്ടാന്തം, ആയാത്ത്, ദൃഷ്ടാന്തങ്ങൾ. ഖുർആനിലെ ഓരോ സൂക്തവും ഓരോ ആയത്തും ആയത്തുകൾ തന്നെയാണ്, ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ്. അതോടൊപ്പം ഖുർആനിൽ കാണാം ഫീഹി ആയാത്തുൽ ലിദ്ദാകിരീൻ, സിക്ർ ചെയ്യുന്നവർക്ക് ഇതിൽ ആയത്തുണ്ട്. ഫീഹി ആയാത്തുൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. സനുരീഹിം ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. ഇങ്ങനെ ഒരുപാട് ആയത്തില് ആയത്തെന്ന് അല്ലാഹു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടൊക്കെ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും ദൃഷ്ടാന്തം, ദൃഷ്ടാന്തം എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ മനസ്സിലാക്കാനുള്ള വിഷയത്തിനാണ്, കാര്യങ്ങൾക്കാണ്, അറിവിനാണ് ദൃഷ്ടാന്തം, നിശാനി, ചൂണ്ടുപലക എന്നൊക്കെ തർജുമ പറയപ്പെടുന്നത്. ബഹുമാനികളെ, അല്ലാഹുവിനെ കാണിച്ചു കൊടുക്കുക, അല്ലാഹുവിനെ മനസ്സിലാക്കി കൊടുക്കുക, അല്ലാഹുവിനെ മുന്നിൽ എത്തിച്ചു കൊടുക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ അടിമയുടെ എല്ലാമായ അല്ലാഹുവിനെ ഇവന് അറിയാനും അനുഭവിക്കാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനും അല്ലാഹുവിനെ പരിഗണിച്ചുകൊണ്ട് ജീവിക്കാനുമുള്ള ഒരു സംവിധാനത്തിലേക്ക് അവരുടെ മനസ്സുകളെ മാറ്റിയെടുക്കാൻ പ്രവാചകർ എന്ത് ദൗത്യം ചെയ്തോ അതിനാണ് അല്ലാഹു പറയുന്നത് യത്ലു അലൈഹിം ആയാതിഹി. ബഹുമാനികളെ, നമസ്കാരം നിർബന്ധമാക്കുന്നതിന്റെ മുമ്പ്, നോമ്പ് നിർബന്ധമാക്കുന്നതിന്റെ മുമ്പ്, സകാത്ത് നിർബന്ധമാക്കുന്നതിന്റെ മുമ്പ്, ഹജ്ജ് നിർബന്ധമാക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ഇന്ന് ഇസ്ലാമും ഈമാനും ഇഹ്സാനും തഖ്വയും തൗഹീദും എല്ലാമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 4 കർമ്മങ്ങളെ മാത്രം ദീനായി മനസ്സിലാക്കുന്നതിന് പകരം അത് അവർക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ മുമ്പ്, നമസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന്റെ മുമ്പ്, നോമ്പ് സക്കാത്ത് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിന്റെ മുമ്പ് നല്ലൊരു കാലഘട്ടം പ്രവാചകർ അവരുടെ ഇടയിൽ കഴിഞ്ഞുകൂടിയത്, അവർക്ക് മനസ്സിലാക്കി കൊടുത്തത്
ഈ വിഷയമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബിക്ക് 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടിയിട്ട് 51 വയസ്സ് വരെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തോട് നമസ്കരിക്കാൻ കൽപ്പിച്ചില്ല, നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചില്ല, സകാത്ത് കൊടുക്കാൻ കൽപ്പിച്ചില്ല, ഹജ്ജ് ചെയ്യാൻ കൽപ്പിച്ചില്ല. നബിയുടെ പ്രബോധനം തന്നെ വെറും 23 കൊല്ലം മാത്രം നിലനിൽക്കുമ്പോൾ 40 വയസ്സ് തൊട്ട് 63 വയസ്സ് വരെ പ്രവാചകർ ജീവിക്കുകയും ദീൻ പ്രബോധനം ചെയ്യുകയും ചെയ്തപ്പോ അതിന്റെ പകുതി കാലം, അതായത് 51 വയസ്സ്, നബിക്ക് 51 വയസ്സ് കഴിഞ്ഞ് 4-ാമത്തെ മാസം ഇതുപോലുള്ള ഒരു റജബ് മാസത്തിന്റെ 27-ാമത്തെ രാവിലാണ് മുത്തുപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്രാ മിഅ്റാജ് രാപ്രയാണം ഉണ്ടായത്. നബി മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 7 ആകാശങ്ങൾ കടന്ന് അല്ലാഹുമായി കണ്ടുമുട്ടിയതും ഈ റജബ് മാസത്തിലാണെന്നും അത് നബിയുടെ 51 വയസ്സ് കഴിഞ്ഞ ഒരു റജബ് 27-ലാണെന്നും ചരിത്രം സാക്ഷിയാണ്, പണ്ഡിതർ സാക്ഷിയാണ്. ഏത് ഉസ്താദിനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവരൊത്തു സമ്മതിക്കുന്ന ഒരു വിഷയമാണ്. 51 വയസ്സ് കഴിഞ്ഞ ഒരു റജബ് മാസത്തിലെ 27-ന്റെ രാത്രിയിലാണ് പ്രവാചകർ അല്ലാഹുമായി കണ്ടുമുട്ടിയത്. എന്നിരിക്കെ ആ രാത്രിയിൽ അള്ളാഹുവിന് സമ്മാനമായി അള്ളാഹു പ്രവാചകർക്ക് സമ്മാനമായി നൽകിയതാണ് 50 വക്ത് നമസ്കാരമെന്നും അത് മൂസ നബി അലൈഹിസ്സലാം വഴിയിൽ വെച്ച് ഇടപെട്ടുകൊണ്ട് അതിനെ നബിയെ തിരിച്ചു പറഞ്ഞയച്ച് പലതവണ തിരിച്ചു പറഞ്ഞയച്ച് ആ 50 വക്ത് 5 ചുരുക്കുകയും 5 വക്ത് ഈ ഉമ്മത്തിന് നൽകപ്പെട്ടതാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൊച്ചു കുട്ടികൾ വരെ മീലാദുൻ നബിയുടെ പ്രഭാഷണ യോഗങ്ങളിൽ അവരുടെ കൊച്ചു ചുണ്ടുകളെ കൊണ്ട് പറഞ്ഞത് നാം കേട്ടിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. ആ 51 വയസ്സിന് ശേഷമാണ് നമസ്കാരം ദീനിൽ നിർബന്ധമാക്കപ്പെടുന്നത്. അതിന്റെ മുമ്പ് നമസ്കാരത്തെ കുറിച്ച് നബി ആ സഹാബാക്കളോട് കൽപ്പിച്ചിട്ടില്ല, ചെയ്യാൻ നിർബന്ധിച്ചിട്ടില്ല. അങ്ങനെ ഒരു കർമ്മത്തെക്കുറിച്ച് ദീൻ ചർച്ച ചെയ്യുക പോലും ചെയ്തിട്ടില്ല. എന്റെ ബഹുമാനികളെ, നോമ്പോ പിൽക്കാലത്ത് വന്നതാണ്, സകാത്തോ പിൽക്കാലത്ത് വന്നതാണ്, ഹജ്ജോ അതും പിൽക്കാലത്ത് വന്നതാണ്. 51 വയസ്സിന്റെ ശേഷം 63 വയസ്സിനിടക്ക് 10-11 കൊല്ലമാണ് ഈ നാം ഇന്ന് ദീനാണെന്ന് മനസ്സിലാക്കി നാം മുറുകെ പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ കുറിച്ച് മുഴുവൻ നബി ചർച്ച ചെയ്യുന്നത്. ഇത് ദീനല്ല എന്നോ അത് ദീനിൽ പെട്ടതല്ല എന്നൊന്നുമല്ല, അത് ദീനിന്റെ തൂണാണ്, ഒരു മുഖ്യ ശാഖയാണ്. ഇസ്ലാം എന്ന ശാഖയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അത് നിർവഹിക്കുന്നവരും അത് അംഗീകരിക്കുന്നവരും അതിനെ വലുതായി കാണുന്നവരും അത് ജീവിതത്തിൽ പകർത്തുന്നവരും തന്നെയാണ്, അതിന് നിർദ്ദേശം നൽകുന്നവർ തന്നെയാണ് ഔലിയാക്കള്. അല്ലാതെ അതൊന്നും വേണ്ട എന്ന് പറയുന്ന ഏതെങ്കിലും ശ്രദ്ധയില്ലാത്ത അല്ലെങ്കിൽ സൂക്ഷ്മതയില്ലാത്ത ഒരു വിഭാഗത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. 5 നേരത്തെ നമസ്കാരത്തെയും നോമ്പിനെയും സക്കാത്തിനെയും ഹജ്ജിനെയും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ജീവിക്കുന്നതോടൊപ്പം നബിയുടെ ആദ്യകാലത്തെ പ്രബോധനത്തിലേക്ക്, ആദ്യകാല പ്രവാചക ദൗത്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിപ്പിക്കാനാണ് ഈ വിധത്തിൽ ഞാൻ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ബഹുമാനികളെ, 51 വയസ്സ് വരെ പ്രവാചകർ എന്തു ചെയ്തു, സഹാബാക്കൾ എന്തു ചെയ്തു, നബി എന്തു പഠിപ്പിച്ചു, ഇത് ചിന്തിക്കേണ്ടതല്ലേ? നബി 40-ാം വയസ്സിന്റെ മുമ്പ് എന്ത് ചെയ്തു എന്നുള്ളത് ചർച്ചയില്ല. കാരണം 40 വയസ്സിലാണ് നബിക്ക് നുബുവ്വത്ത്, പ്രവാചക പ്രബോധനത്തിന്റെ നുബുവ്വത്തിന്റെ ആധികാരിക ഉത്തരവാദിത്തം അള്ളാഹു ഏൽപ്പിക്കുന്നത്. നബിക്ക് 40-ാം വയസ്സിലാണ്, അതിൽ സംശയമില്ല. അവിടെ നിന്നിങ്ങോട്ടുള്ള കാലഘട്ടം നബി പ്രബോധനം നടത്തുക തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് പോലും, ഒരു നിമിഷം പോലും, ഒരു ദിവസം പോലും നബി വിശ്രമിച്ചിട്ടില്ല. പിന്നീടുള്ള കാലം മുഴുവൻ ദീനെത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചതാണ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ സഹാബാക്കൾ ദീനിൽ വരികയും ചെയ്തിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ പറഞ്ഞില്ലേ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹു പോലുള്ള മഹാന്മാര് ദീനിൽ വന്നിട്ടുണ്ട്. ഇവരോട് എന്ത് ചെയ്തു നബി? ഇവർക്കെന്ത് പഠിപ്പിച്ചു കൊടുത്തു? ഇതിനെക്കുറിച്ച് നമുക്ക് എന്ത് പറയാനുണ്ട്? അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു ചിത്രമുള്ളത്? വെറുതെ ഇരുന്നതാണോ? നബി എന്തെങ്കിലും ദിക്റുകൾ പറഞ്ഞു കൊടുത്തതായിരുന്നോ? അവരൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് എന്തെങ്കിലും ചൊല്ലാൻ പഠിപ്പിക്കുകയായിരുന്നോ? അവരോട് ലക്ഷങ്ങൾ ചൊല്ലിത്തീർക്കാൻ എന്തെങ്കിലും കൽപ്പിക്കുകയായിരുന്നോ നബി ചെയ്തിരുന്നത്? അല്ല. ആ കാലഘട്ടത്തിലെ ഖുർആനിക ആയത്തുകളും മക്കിയായ ആയത്തുകളും അതുപോലെ ആ കാലഘട്ടത്തിൽ ഒരുപാട് ഹദീസുകളും പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ബഹുമാനികളെ. ചരിത്രം സാക്ഷിയാണ്, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ സാക്ഷിയാണ്. അള്ളാഹുവിന്റെ റസൂൽ ആ 11 കൊല്ലത്തെ സുദീർഘമായ പ്രബോധന കാലമെടുത്തത് അടിമയെ
ഉടമയുമായി ബന്ധിപ്പിക്കാനുള്ള ജോലിയാണ് നബി ചെയ്തിരുന്നത്. അതായത് അള്ളാഹു പറഞ്ഞ യത്ലു അലൈഹിം ആയാത്തിഹി വയുസക്കീഹിം, 2 ദൗത്യമാണ് മുത്തുപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 11 കൊല്ലവും നിർവഹിച്ചിരുന്നത്. അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക, അള്ളാഹുവിനോട് അതിരറ്റ സ്നേഹമുണ്ടാക്കി കൊടുക്കുക, അള്ളാഹുവിന് വേണ്ടി എന്തും ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് അവരെ മാറ്റിയെടുക്കുക. ഇതിനാണ് നബി നല്ലൊരു കാലഘട്ടം ചെലവഴിച്ചത്. അതുപോലെ അവരിൽ അന്തർലീനമായിരുന്ന, അവരുടെ മനസ്സിൽ കുടികൊണ്ടിരുന്ന, അവരുടെ ശീലമായിരുന്ന ഒരുപാട് അനാചാരങ്ങള്, കുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുക, കള്ളിന്റെയും കഞ്ചാവിന്റെയും എല്ലാ മയക്കുമരുന്നിന്റെയും പിറകെ പോകുക, വെറുതെ അനാവശ്യമായി ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് സമൂഹത്തിൽ കച്ചറയുണ്ടാക്കിക്കൊണ്ട് രക്തം ചിന്തുക, കൊല ചെയ്യുക എന്നിത്യാദി ഒരുപാട് അനാചാരങ്ങള് അവരുടെ കൽബിൽ പിടികൂടിയത്. അതാണ് മുത്തുപ്രവാചകര് അവരുടെ കൽബിൽ നിന്ന് അത് നീക്കിയിരുന്നത്. അതിനാണ് 2ാമത്തെ ദൗത്യം പറയുന്നത് വയുസക്കീഹിം. ഈ 2 ദൗത്യമാണ് 10-11 കൊല്ലത്തോളം മുത്തുപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചത് എന്ന് ചരിത്രങ്ങളിൽ നിന്നും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വ്യക്തമാകുമെങ്കിൽ എന്റെ ബഹുമാനികളെ, ഈ ദൗത്യം ഇന്നെവിടെ പോയി? ഇന്ന് നമ്മിൽ അത് നിർവഹിക്കപ്പെടുന്നുണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് നമുക്കാരെങ്കിലും പഠിപ്പിച്ചു തരുന്നുണ്ടോ? അള്ളാഹുവിനെ സ്നേഹിക്കാൻ നമ്മെ ആരെങ്കിലും ഉണർത്തുന്നുണ്ടോ? വേണ്ട. നമുക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചു മനസ്സിലാക്കി കൊടുത്ത് ആ സഹാബാക്കൾ ചോദിക്കുന്നു, അയ്നല്ലാഹ്, നബിയെ ഞങ്ങളുടെ അല്ലാഹ് എവിടെ? ഞങ്ങളുടെ അള്ളാഹുവിനെ ഞങ്ങളെപ്പം കണ്ടുമുട്ടും പ്രവാചകരെ? ഞങ്ങൾക്ക് ഞങ്ങളുടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എപ്പോഴാണ് അവസരം? ഞങ്ങളുടെ റബ്ബ് എവിടെയാണ് നബിയെ? ഞങ്ങളുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ, ഞങ്ങളുടെ റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ഞങ്ങളോട് കൽപ്പിക്കൂ പ്രവാചകരെ. എന്തു ചെയ്യാൻ പറഞ്ഞാലും, എന്ത് ത്യജിക്കാൻ പറഞ്ഞാലും, രക്തം ചിന്തണോ, ജീവൻ നശിപ്പിക്കണോ, നാടുവിടണോ, ഭാര്യ മക്കളെ ഉപേക്ഷിക്കണോ, പട്ടിണി കടന്നു മരിക്കണോ, ഞങ്ങൾ തയ്യാർ പ്രവാചകരെ, ഞങ്ങളോട് കൽപ്പിക്കുക, ഞങ്ങളത് ചെയ്യാൻ തയ്യാറാണെന്ന ആവേശത്തിന്റെ ലോകത്തിലേക്ക് ആ സഹാബാക്കളെ കൊണ്ടുപോയത് എന്റെ ബഹുമാനികളെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യകാലത്ത് ചെയ്ത ഈ ദൗത്യമായിരുന്നു. ഇത് ഇന്ന് നമ്മിൽ നടപ്പിലാകുന്നുണ്ടോ? നടപ്പിലാകുന്നുണ്ടെങ്കിൽ, നടപ്പിലായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു ചെറിയ സ്വഭാവമെങ്കിലും നമ്മുടെ മനസ്സിനെയും പിടികൂടുമായിരുന്നു. തെറ്റുകളിലേക്ക് നമ്മൾ പോകുമ്പോ ഈ ചിന്ത നമ്മെ തടയുമായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുമ്പോൾ ഈ ചിന്ത നമ്മെ പിടികൂടുമായിരുന്നു. സഹാബാക്കളെ ആ ഒരു മാനസിക പരിവർത്തനത്തിലേക്കാണ് മുത്തുപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കൊണ്ടുപോയത്. ഇതിനാണ് ഈമാൻ എന്ന് പറയുന്നത്, ഇതിനാണ് അള്ളാഹുമായുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നാം അറിയുകയോ ശ്രദ്ധിക്കുകയോ ആരെങ്കിലും നമ്മെ ശ്രദ്ധിപ്പിക്കുകയോ ചെയ്യുന്ന ലോകത്ത് നമ്മൾ വളരെ പിറകിലാണ് എന്ന സത്യം നമ്മുടെ ജീവിതം സാക്ഷിയാണ്. എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാര് നെഞ്ചത്ത് കൈവച്ചൊന്ന് ചിന്തിക്കും. നിങ്ങളുടെ ആയുസ് കാലത്തിനുള്ളിൽ 10, 20, 30, 40, 50, 60 കൊല്ലങ്ങൾ കഴിഞ്ഞ് ഖബറിലേക്ക് അടുത്ത നമുക്ക് നമ്മുടെ ആയുസിന്റെ ഉള്ളില് ഏതൊരു വയലാണ്, ഏതൊരു കേസറ്റാണ്, ഏതൊരു പ്രഭാഷണമാണ്, ഏതൊരു പരിപാടിയാണ് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു തന്നത്, അള്ളാഹിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്? ഇതാണ് പ്രശ്നം. ഇതാണ് മുഖ്യമായ ഒരു തകരാറ് നമ്മിൽ സംഭവിച്ചത്. ഇത് ഞാൻ ഉണ്ടാക്കി പറയുകയല്ല, ഖുർആൻ സാക്ഷിയാണ്, ഹദീസ് സാക്ഷിയാണ്, നമ്മുടെ ഇന്നത്തെ ജീവിതവും സാക്ഷിയാണ്. ബഹുമാനികളെ, സഹാബാക്കളുടെ ജീവിതം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിൻ. ഒരു സാധു സ്ത്രീ, വ്യഭിചാരം തൊഴിലാക്കിയിരുന്ന ഒരു സ്ത്രീ അന്ന് മക്കയിൽ ജീവിച്ചിരുന്നു. ബഹുമാനികളെ, മക്കക്കാർക്ക് എന്ത് വ്യഭിചാരം, അവർക്കതൊന്നൊരു പ്രശ്നമായിരുന്നില്ല. അങ്ങനെ വ്യഭിചാരത്തിന് വേണ്ടി ജീവിതം നീക്കിവെച്ച ഒരു സ്ത്രീ, ആ സ്ത്രീ ഒരിക്കൽ രഹസ്യമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് പ്രബോധനം ചെയ്യുന്ന കാലഘട്ടത്തില് നബിയുടെ വീടിന്റെ അടുത്തുകൂടെ നടന്നു പോകുമ്പോ അല്പമായി നബിയുടെ പ്രബോധനം കേൾക്കുകയും പിന്നീട് ആ സാധു സ്ത്രീ ചെവി വെച്ച് കേൾക്കുകയും പലപ്പോഴായി അത് കേട്ടു പഠിക്കുകയും ചെയ്തപ്പോ ആ സ്ത്രീയുടെ മനസ്സിൽ ഖേദം വരികയും നബിയുടെ അടുത്ത് ചെന്നുകൊണ്ട്, യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾ ഈ മനസ്സിലാക്കി കൊടുക്കുന്ന സത്യദീന് ഈ പാപിയായ പെണ്ണിന് പഠിപ്പിച്ചു തരണേ, എന്നെ ദീനിലേക്ക് ഉൾപ്പെടുത്തണേ, എന്നെ ദീൻ സ്വീകരിക്കാൻ അവസരം നൽകണേ
എന്ന് പറഞ്ഞ് പ്രവാചകർ അവരോട് തൗബ ചെയ്യിച്ച് അവർക്ക് ഇസ്ലാമിലേക്ക് പ്രവേശനം നൽകി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന 2 ഷഹാദത്ത് കലിമ സാക്ഷ്യം വഹിക്കാനുള്ള അവസരം നൽകിക്കൊണ്ട് ദീനിന്റെ ആ കാലഘട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ ഈ പ്രബോധനത്തിന്റെ കുറച്ച് ക്ലാസ്സുകള്, കുറച്ച് പാഠങ്ങള്, അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹിനെ സ്നേഹിക്കാൻ, അള്ളാഹിനെ പരിചയപ്പെടാൻ, അള്ളാഹുവിനോട് ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു ചെറിയ ക്ലാസ് കുറച്ച് ദിവസങ്ങളെ കൊണ്ട് പ്രവാചകർ ആ പെണ്ണിന് പഠിപ്പിച്ചു കൊടുത്തപ്പോ മുത്തുനബി പറയുന്നു, പെണ്ണേ, നീ ഇസ്ലാം മതം സ്വീകരിച്ചത് പുറത്തു പരസ്യമാക്കരുതേ, അബൂജാഹിലും ഉത്തുബത്തും ഷൈബത്തും അറിഞ്ഞു പോകരുതേ, പരസ്യമാകാതെ രഹസ്യമായി ഈ കാര്യം നീ കൊണ്ടു നടക്കണേ എന്ന് പ്രവാചകര് പറഞ്ഞപ്പോ ആ പെണ്ണ് താൻ ചെയ്ത തെറ്റിന്റെ ഗൗരവം ഏതൊരു റബ്ബിനോടാണ്, ഏതൊരു നാഥനോടാണ്, ഏതൊരു ഇലാഹിനോടാണ് ഞാൻ ഇഷ്ടമില്ലാത്ത ഈ പ്രവൃത്തി എന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ ചെയ്തതെങ്കിൽ അതിൽ ഖേദം പൂണ്ട്, ദുഃഖം പൂണ്ട്, നിരാശ പൂണ്ട് ആ സ്ത്രീയുടെ മനസ്സ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സ്ത്രീ അതിനൊരു പരിഹാരം കാണുകയാണ്. എന്റെ എല്ലാമെല്ലാമായ എനിക്കെന്റെ പ്രവാചകർ പരിചയപ്പെടുത്തി തന്ന ജീവന്റെ ജീവനായ എന്റെ റബ്ബിനോട് ഞാൻ ചെയ്ത അക്രമത്തിന്, ഞാൻ ചെയ്ത അനാചാരത്തിന്, ഞാൻ ചെയ്ത വേണ്ടാവൃത്തിക്ക് ഒരു പരിഹാരമെന്ന വണ്ണം ഈ സ്ത്രീ കഅബാലയത്തിന്റെ അങ്കണത്തിൽ ചെന്നുകൊണ്ട് അബൂജാഹിലും ഉത്തുബത്തും ഷൈബത്തും കാലഘട്ടത്തിൽ അബൂ സുഫിയാനും ഒക്കെ ഇരിക്കുന്ന ആ കഅബയുടെ ആ മതാഫിന്റെ ആ കൊട്ടത്തലത്തിൽ ചെന്നുകൊണ്ട്, ആ ഗ്രൗണ്ടിൽ ചെന്ന്, ആ മൈതാനത്ത് ചെന്നുകൊണ്ട് ഈ സാധു സ്ത്രീ പറയുന്നു, അബൂജാഹിൽ കേൾക്കുമാർ, ഉത്തുബത്ത് ഷൈബത്ത് കേൾക്കുമാർ പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാനിതാ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഈ പാവപ്പെട്ട പെണ്ണ് ആ കഅബാലയത്തിന്റെ കൊട്ടത്തലത്തിൽ വെച്ചുകൊണ്ട് അബൂജാഹിൽ ഞെട്ടുമാറ്, ഉത്തുബത്ത് ഞെട്ടുമാറ്, ഷൈബത്ത് ഞെട്ടുമാറ് പ്രഖ്യാപിച്ചപ്പോൾ അബൂജാഹിലിന് സഹിച്ചില്ല, ഉത്തുബത്തിന് സഹിച്ചില്ല. ചീറ്റ പുലികളെപ്പോലെ ദേഷ്യത്തോടെ ആ ചീറിയെടുത്തുകൊണ്ട് ഈ പെണ്ണിനെ ഉപദ്രവിക്കുകയാണ്. എന്താണ് നീ പറഞ്ഞത്? എന്തിലാണ് നീ സ്വീകരിച്ചത്? ആരാണ് നിന്നോട് അതിൽ സ്വീകരിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെ അതിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും അടിച്ച് പരിക്കേൽപ്പിച്ച് നിലത്ത് വീഴ്ത്തിക്കൊണ്ട് ചാട്ടവാറുകൊണ്ട് അടിച്ചുകൊണ്ട് ആ മതത്തിൽ നിന്ന് പിന്തിരിയാൻ പറയുകയാണ്. ഈ പെണ്ണ് പറയുന്നു, ഞാൻ പിന്തിരിയില്ല, ഞാൻ പിന്തിരിയില്ല, എനിക്ക് ഈ മനസ്സിലാക്കിയ ആദർശത്തിൽ നിന്ന് ഞാൻ പിറകോട്ട് പോകില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് അബൂജാഹിലിനെ കൂടുതൽ ദേഷ്യപ്പെടുത്തുന്ന വിധത്തിൽ ഉത്തുബത്തിനെയും ഷൈബത്തിനെയും ഭ്രാന്ത് പിടിപ്പിക്കുന്ന നിലക്ക് ഈ പെണ്ണ് വിളിച്ചു പറയുകയാണ്. ബഹുമാനികളെ, അതുകൊണ്ട് തന്നെ ദേഷ്യം സഹിക്കാഞ്ഞിട്ട് ഉത്തുബത്തും ഷൈബത്തും അബൂജാഹിലും എന്താണ് ചെയ്യുന്നത്? ഈ പെണ്ണിന്റെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ മുഴുവനും അഴിച്ചു മാറ്റി ഒരു നൂലുബന്ധം പോലുമില്ലാതെ ഈ ആക്രമിച്ചു പരിക്കേൽപ്പിക്കപ്പെട്ട ഈ പെണ്ണിനെ ഒരു മരത്തിൽ വെച്ച് കെട്ടുകയാണ്. ഒരു മരത്തില് കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് കെട്ടിക്കൊണ്ട് പരിപൂർണ നഗ്നയായി നിർത്തിക്കൊണ്ട് അമ്പെയ്ത്ത് വിദ്യക്കാരെ വിളിച്ചു വരുത്തിയിട്ട് അമ്പെയ്ത്ത് വിദ്യക്കാരോട് ആ സ്ത്രീയുടെ പ്രത്യേക അവയവങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് അമ്പെയ്യുക എന്ന് പറയുമ്പോ അമ്പെയ്ത്ത് വിദ്യക്കാര് ആ പെണ്ണിന്റെ കണ്ണിലേക്ക്, ആ പെണ്ണിന്റെ മൂക്കിലേക്ക്, ആ പെണ്ണിന്റെ വായയിലേക്ക്, ആ പെണ്ണിന്റെ മാറിടത്തിലെ സ്തനാഗ്രങ്ങളിലേക്ക്, ആ പെണ്ണിന്റെ പുക്കിൽ കൊടിയിലേക്ക്, ആ പെണ്ണിന്റെ ഗുഹ്യഭാഗത്തിലേക്ക് അമ്പെയ്യുകയാണ്. ബഹുമാനികളെ, ചില അമ്പുകൾ ശരീരത്തിൽ തറച്ചിരിക്കുന്നു, ചില അമ്പുകൾ താഴെ വീണിരിക്കുന്നു, രക്തമൊലിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അർദ്ധജീവനോടുകൂടി അർദ്ധപ്രാണനായിക്കൊണ്ട് ഈ പെൺകുട്ടി ഈ ബന്ധനത്തിൽ നിൽക്കുമ്പോ എന്റെ ബഹുമാനികളെ, അല്പം ദൂരെയായിക്കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു നീങ്ങുകയാണ്. പ്രവാചകർ ഇത് കണ്ടു. ഈ പെണ്ണിന്റെ സ്ഥിതി കണ്ടുകൊണ്ട് പ്രവാചകർ ആ ഔറത്ത് കാണാൻ കഴിയാത്തത് കൊണ്ട് തന്റെ തലപ്പാവ് മുഖത്തേക്ക് മറച്ചുകൊണ്ട് അവിടെ നിന്ന് അറന്നു നീങ്ങാൻ നോക്കുമ്പോൾ ഈ പെൺകുട്ടി, ഈ സ്ത്രീ ജീവൻ സംഭരിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, എന്താണ് തങ്ങൾ നടന്നു നീങ്ങുന്നത്? എന്തുകൊണ്ട് എന്റെ പ്രയാസം കാണുന്നില്ല? നിങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്ന ഈ ദീനുൽ ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് എന്നെ ഈ മക്കാ നിവാസികൾ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോ എന്താണ് പ്രവാചകരെ നിങ്ങൾ നോക്കിക്കൊണ്ട് പോകുന്നത്? നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ലേ? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലല്ലേ? അല്ലാഹു നിങ്ങളെ അംഗീകരിക്കുന്നവരല്ലേ എന്നൊന്നും ഈ പെൺകുട്ടി വിളിച്ചു പറയുന്നില്ല. ബഹുമാനികളെ, ആ പെൺകുട്ടിയുടെ മനസ്സിൽ അതൊന്നുമല്ല വരുന്നത്. നബിയെ കുറ്റപ്പെടുത്തുന്നില്ല, ദീനിനെ കുറ്റപ്പെടുത്തുന്നില്ല, ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നബിയോട് ആവശ്യപ്പെടുന്നു പോലുമില്ല. മറിച്ചുകൊണ്ട് ഈ
പെൺകുട്ടി വിളിച്ചു പറയുന്നത്, യാ റസൂലല്ലാഹ്, നബിയേ, ഈ അറിവില്ലാത്ത ജനങ്ങള്, ഈ മക്കാ നിവാസികള് എന്നെ ഈ തോതിൽ ഉപദ്രവിച്ചിട്ട് കൂടി എന്റെ കണ്ണിലും എന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമ്പെയ്തുകൊണ്ട് എന്നെ പരിക്കേൽപ്പിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ മരിക്കാനാകുന്ന അവസ്ഥയിലേക്ക് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് കൂടി യാ റസൂലല്ലാഹ്, നബിയേ, അവിടുന്ന് എനിക്ക് പഠിപ്പിച്ചു തന്ന ആ ആദർശത്തിൽ നിന്ന് അല്പം പോലും ഈ സാധു സ്ത്രീ പിറകോട്ട് പോയിട്ടില്ല പ്രവാചകരെ, പോകില്ല, ഞാൻ പോയിട്ടില്ല. അതിനെന്റെ റസൂൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഈ സാധു പെണ്ണിന് സാക്ഷി നിൽക്കണേ പ്രവാചകരെ എന്നാണ് ഈ പെൺകൊടിക്ക് പറയാനുള്ളതെങ്കിൽ, കുറച്ചു ദിവസങ്ങളെ കൊണ്ട് നമസ്കരിക്കാത്ത, നോമ്പ് നോൽക്കാത്ത, സക്കാത്ത് കൊടുക്കാത്ത, ഹജ്ജ് ചെയ്യാത്ത, നാം ഇന്ന് മനസ്സിലാക്കിയ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര മണ്ഡലത്തിൽ നിന്ന് ഒന്നും ചെയ്യാത്ത ഈ സാധു സ്ത്രീ, വ്യഭിചാരം തൊഴിലാക്കിയിരുന്ന സാധു സ്ത്രീ, കുറച്ചു ദിവസം അള്ളാഹുവിനെ കുറിച്ച് മുത്തറസൂല് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആ വിഷയത്തിന്റെ ചെറിയൊരംശം തന്റെ ജീവിതത്തിൽ കിട്ടിയപ്പോൾ പീഡനങ്ങളുടെ തീച്ചൂളകള് ജീവിതത്തിൽ പകരുമ്പോഴും വേദന കടിച്ചമർത്തിക്കൊണ്ട് നബിയോട് പറയാനുള്ളത്, പ്രവാചകരെ, സാക്ഷി നിൽക്കുക, ആദർശത്തിൽ നിന്ന് പിറകോട്ട് പോയിട്ടില്ല, എന്റെ ഈ മാനിക ആദർശത്തിന് ഒരു പോറലും സംഭവിച്ചിട്ടില്ല പ്രവാചകരെ. ഈ നിലക്ക് പറയാൻ പാരമ്പര്യമായി മുസ്ലിമായി ഉമ്മായുടെ മടിത്തട്ടില്, ഉമ്മായുടെ മാറിടത്തില് മുസ്ലിമായിക്കൊണ്ട് പാലൂട്ടി വളർത്തപ്പെട്ട നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ സഹോദരന്മാരെ? ചിന്തിക്കുക, ശരിക്കൊരു പുനരാലോചന നടത്തുക. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ആദർശത്തെ തന്റെ ജീവനിൽ ഒതുക്കിക്കൊണ്ട് എന്ത് പ്രയാസം വന്നാലും സാരമില്ലെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? ചിന്തിക്കുക. ഈ പ്രബോധന ദൗത്യം നമ്മിലേക്ക് വേണ്ട രീതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു ചെറിയ സാമ്പിള് നമ്മിലേക്കും വരുമായിരുന്നു. ഇന്നത്തെ മുസൽമാന് ഇത് കിട്ടിയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ബോംബെ പട്ടണമാണ്, മഹാരാഷ്ട്രയുടെ തെരുവീതികളാണ്. നിങ്ങൾക്കറിയുമോ, മുമ്പ് നടന്ന ബോംബെ കലാപം പോലുള്ള കലാപങ്ങളിൽ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ നോക്കി അറുകൊല നടത്തിയ സമയത്ത് മുസ്ലിമീങ്ങള് ആ കൊലയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുസ്ലിം വേഷം ഉപേക്ഷിച്ചുകൊണ്ട്, താടി വടിച്ച്, ജുബ്ബ ഉപേക്ഷിച്ച്, പാൻസും ഇൻസൈഡും ചെയ്തുകൊണ്ട്, പൊട്ടുധരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ ബോംബെ പട്ടണത്തിലൂടെ നടന്നു പോയപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കളെ ഇവന്റെ തുണി അഴിച്ച് ഇവൻ ചേലാകർമ്മം നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കി തലവെട്ടിയ കഥ പത്രങ്ങളിൽ നാം വായിച്ചതാണ് ബഹുമാനികളെ. ജീവൻ അപകടപ്പെടുമോ എന്നൊരു ഘട്ടം വന്നപ്പോൾ ഇസ്ലാമിക ആദർശം പോയിട്ട് ഇസ്ലാമിന്റെ ബാഹ്യ ചിഹ്നങ്ങൾ പോലും കാറ്റിൽ പറത്തി ജീവിക്കാൻ ആധുനിക മുസൽമാൻ പ്രേരിതരായിട്ടുണ്ടെങ്കിൽ ഇത് മുസൽമാന്റെ മാത്രം കേസല്ല. മുസൽമാന് പഠിപ്പിച്ചു കൊടുക്കാൻ, മുസൽമാന്റെ മനസ്സിൽ അള്ളാഹുവിന്റെ ബോധമുണ്ടാക്കി കൊടുക്കാൻ എന്തോ ചില കുറവുകള് 20-21 നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് സമ്മതിച്ചേ പറ്റൂ. ആരെയും ആക്ഷേപിക്കുകയല്ല, ഒരു സംഘടനയെ കുറ്റം പറയുകയല്ല, പണ്ഡിതന്മാരെ ഇകഴ്ത്തുകയല്ല, എല്ലാവരെയും ബഹുമാനിക്കുകയും എല്ലാ സംഘടനകളെയും ആദരിക്കുകയും സർവ പണ്ഡിതന്റെ ചെരുപ്പും തലയിൽ ചുമക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഈ പോരായ്മ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത് പരിഹരിക്കാൻ പണ്ഡിതർ തയ്യാറായാൽ, നമുക്ക് എത്തിച്ചു തരാൻ തയ്യാറായാൽ ഇത് പരിഹരിക്കപ്പെടും എന്നാണ് പറയുന്നത്. അല്ലാതെ ഇത് പരിഹരിക്കാൻ തരീഖത്ത് കൂടിയേ തീരൂ എന്നല്ല പറയുന്നത്, പരിഹരിക്കേണ്ട വിഷയമാണ്. ബഹുമാനികളെ, നിങ്ങൾക്കറിയുമോ, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഇതേ കാലഘട്ടത്തിലെ മറ്റൊരു കഥാപാത്രമാണ്. മഹാനവറുകൾ അടിമയായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ ഉടമസ്ഥൻ ദേഷ്യപ്പെടുകയും ഉടമസ്ഥൻ നിർബന്ധപൂർവം ആ മതത്തിൽ നിന്ന് പിന്തിരിയാൻ ആവശ്യപ്പെടുകയാണ്. ആ മതത്തിൽ നിന്ന് പിന്തിരിയണം. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു തയ്യാറായില്ല. മഹാനവറുകൾ അടിമയാണ്. ഉടമസ്ഥൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അക്കാലഘട്ടത്തിൽ ഉടമസ്ഥൻ എന്തും ചെയ്യാം, ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. എന്തു ചെയ്താലും ഉടമസ്ഥന് ചെയ്യാൻ അധികാരമുള്ള നിലക്കായിരുന്നു അന്നത്തെ അടിമ വ്യവസ്ഥിതി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉടമസ്ഥൻ ശക്തനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രമഴിച്ചുകൊണ്ട് ഒരൊറ്റ മേൽമുണ്ടിൽ കിടത്തിക്കൊണ്ട് ചുട്ടുപഴുത്ത മണലാരണ്യത്തില് വിവസ്ത്രനാക്കി കിടത്തിക്കൊണ്ട് നെഞ്ചത്ത് വലിയൊരു പാറക്കല്ല് വെച്ചുകൊണ്ട് ചാട്ടവാറുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം മതത്തിൽ നിന്ന് പിന്തിരിയുക, മുഹമ്മദ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടെന്ന ആ പിഴച്ച ആദർശത്തിൽ നിന്ന് പിന്തിരിയുക. ഓരോ ചാട്ടവാറിന്റെ അടികൊണ്ട് ബിലാൽ എന്നോരോട്
ദീനിൽ നിന്ന് പിറകോട്ട് പോകാൻ പറയുമ്പോഴും മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ഇത് കേൾക്കുമ്പോൾ ഉടമസ്ഥന് ഭ്രാന്ത് പിടിക്കുന്നു. വീണ്ടും തല്ലുന്നു, വീണ്ടും മർദ്ദിക്കുന്നു. കട്ടിയുള്ള കറുത്ത തോല് ചാട്ടവാറിൽ പൊളിഞ്ഞു വരുന്നു. ബഹുമാനികളെ, ബിലാൽ എന്നൊരു പ്രയാസം സഹിക്കുന്നു, വിഷമിക്കുന്നു. ദാഹത്തിന്റെ കൊടുമ്പിരിയിൽ വിഷമിക്കുന്ന സമയത്തും ആ ചുണ്ടുകളിൽ നിന്ന് കേൾക്കുന്നത് അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ഉടമസ്ഥൻ തല്ലിയിട്ടും മർദ്ദിച്ചിട്ടും ചോരയൊലിപ്പിച്ചിട്ടും തൊലി ഊരിയിട്ടും അല്പം പോലും ഒരു വ്യതിയാനം കാണാത്തപ്പോ ദേഷ്യം കൊണ്ട് ഈ ഉടമസ്ഥൻ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുകയാണ്. ദേഷ്യം കൊണ്ട് തുപ്പുകയാണ്. ഈ തുപ്പുനീര് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ കവിളിത്തടത്തിൽ വന്ന് വീണപ്പോൾ ദാഹം കൊണ്ട് സഹിക്കാത്ത ബിലാൽ എന്നവര് ആ ദാഹത്തിന്റെ കാഠിന്യം കൊണ്ട് തന്റെ ഉണങ്ങി വരണ്ട നാക്ക് വലിച്ചു നീട്ടി ആ തുപ്പുനീരിലേക്ക് തൊടാൻ ശ്രമിക്കുകയാണ്. ആ തുപ്പുനീരെങ്ങാനും തന്റെ നാക്കിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ദാഹത്തിന്, ഈ നാവിന്റെ വരൾച്ചക്ക് ഒരു ശമനം കിട്ടിപ്പോകുമോ എന്ന് കരുതിക്കൊണ്ട് ബഹുമാനികളെ, പ്രയാസമില്ലാഞ്ഞിട്ടല്ല, പ്രയാസത്തിന്റെ തീച്ചുളയിൽ പോലും ആ പ്രയാസങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ആദർശത്തോടുകൂടി അല്ലാഹു അഹദ് എന്നവരെ പറയാൻ പ്രേരിപ്പിച്ച പാഠ്യവിഷയം, പഠന വിഷയം അല്ലാഹു ഖുർആനിൽ പറഞ്ഞ യത്ലു അലൈഹിം ആയാതിഹി, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങള് പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ വ്യവസ്ഥിതി ഇന്ന് നമ്മുടെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് തുലോം കുറവാണ്, വളരെ കുറവാണ് ബഹുമാനികളെ. അത് പരിഹരിക്കപ്പെടണം. ഇൻഷാ അല്ലാഹ് അത് പരിഹരിച്ചാൽ നമുക്കും സാധിക്കും. നമ്മുടെ മനസ്സിലും അള്ളാഹിനോടൊരു സ്നേഹം, അള്ളാഹിനോടൊരു ബന്ധം, അള്ളാഹ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. രക്തം ചിന്തണ്ട, നാട് വിടണ്ട, ജീവൻ ഉപേക്ഷിക്കണ്ട, ഭാര്യ മക്കളെ ഉപേക്ഷിക്കണ്ട, അന്യനാട്ടിൽ അഭയാർത്ഥികളായി പോയി നിൽക്കണ്ട, അമ്പിന്റെ മുന്നിൽ നിൽക്കണ്ട, വാളിന്റെ മുന്നിൽ നിൽക്കണ്ട, തൂക്കുമരം സ്വീകരിക്കണ്ട. മറിച്ച് ഇസ്ലാമിക ആദർശങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്റെ ഇച്ഛകൾ വലിക്കുന്നോടത്ത് ഹറാമിലേക്ക്, ടിവിയിലേക്ക്, കളിതമാശയിലേക്ക്, നഗ്നത ദൃശ്യത്തിലേക്ക്, അശ്ലീല ചിത്രങ്ങളിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, കള്ളിലേക്ക്, ചൂതിലേക്ക്, തന്റെ ഇച്ഛകൾ തന്നോട് കൽപ്പിക്കുന്ന വിഷയത്തിൽ നിന്നെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ ഇന്നത്തെ മുസൽമാന് സാധിച്ചിരുന്നുവെങ്കിൽ ആഗ്രഹിക്കുകയാണ് ബഹുമാനികളെ. അതിന് ഈ വിഷയം കൊണ്ടല്ലാതെ എന്ത് പഠിപ്പിച്ചു കൊടുത്താലും ഹറാമാണ്, 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 നരകമാണ്, 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 ഇതൊന്നും ഇതിൽ മുഴുകിയവന്റെ ചെവിയിലേക്ക് കയറില്ല. അവൻ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈ പഠനങ്ങൾ മതിയാവില്ല. മറിച്ച് ആരാണ് നിന്നെ സൃഷ്ടിച്ചത്, ആരാണ് നിനക്ക് ജീവൻ നൽകുന്നത്, ആരാണ് നിനക്ക് കാഴ്ച നൽകുന്നത്, ആരാണ് നിന്നോടൊപ്പമുള്ളത്, ആരുടെ റുബൂബിയത്തിലാണ് നീ വളർന്നുകൊണ്ടിരിക്കുന്നത്, ആ വിഷയങ്ങളെ വളരെ വിശദമായി പഠിപ്പിച്ച് തനിക്കൊന്ന് അനങ്ങാൻ, തനിക്കൊന്ന് നോക്കാൻ, തനിക്കൊന്ന് കേൾക്കാൻ, തനിക്കൊന്ന് ചലിക്കാൻ, തനിക്കൊന്ന് ഇരിക്കാൻ, തനിക്കൊന്ന് കിടക്കാൻ, തനിക്കൊന്ന് നടക്കാൻ എന്ന് വേണ്ട എന്തിനും എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ റബ്ബ് അർഹമുറാഹിമായ തമ്പുരാനെ കുറിച്ച് അടിക്കടി പഠിക്കുകയും മനസ്സിലാക്കുകയും അവനോടുള്ള ഒരു പ്രീതിയും ബന്ധവും സ്നേഹവും മനസ്സിൽ പിടികൂടുകയും ചെയ്താൽ തീർച്ചയായിട്ടും അവന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്യാൻ മുസ്ലിം തയ്യാറാകൂല, ചെയ്യൂല. എന്റെ റബ്ബിന് അത് ഇഷ്ടമില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്നൊരു വിഷയത്തിലേക്ക് മുസ്ലിം എത്തിത്തീരും. ഇതിനാണ് പ്രവാചകർ അവരെ ഈ കാലഘട്ടം ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ ഈ നിലക്ക് ഇസ്ലാമിനെതിരായിക്കൊണ്ട്, ദീനിനെതിരായിട്ട് ഘട്ടം വരുമ്പോ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവൻ പണയപ്പെടുത്തിയ കഥ കാണാൻ സാധിക്കും ബഹുമാനികളെ. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു, നമുക്കൊക്കെ അറിയാം, ദീനിന്റെ പ്രചരണത്തിന്റെ നല്ലൊരു കാലം കഴിഞ്ഞിട്ടുകൂടി മക്കാ മുശ്രിക്കീങ്ങൾ ചതിച്ചു കൊണ്ടുപോയി ദൂര സ്ഥലത്ത് കൊണ്ടുപോയി തൂക്കിലേറ്റപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു. ബഹുമാനികളെ, മഹാനവറുകളെ തൂക്കുമരത്തിന്റെ ചോട്ടില്, തൂക്കുകയറില് തൊട്ട് താഴെ തലക്ക് മുകളിൽ തൂക്കുകയറ് കെട്ടി തൂക്കി വെച്ചുകൊണ്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് മക്കാ മുശ്രിക്കീങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ ഈ തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ ജീവൻ നിങ്ങൾ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഖുബൈബ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നില്ല. മക്കാ മുശ്രിക്കീങ്ങൾ പറയുന്നു, നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാം, തൂക്കിലേറ്റില്ല, നിങ്ങളുടെ ജീവൻ നശിപ്പിക്കില്ല, നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാം. ഒരൊറ്റ കണ്ടീഷൻ, ഒരൊറ്റ നിബന്ധന നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ. എന്താണത്? അവരാവശ്യപ്പെടുന്ന നിബന്ധന ബഹുമാനികളെ, ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകാനോ, അള്ള രണ്ടുണ്ടെന്ന് പറയാനോ, പ്രവാചകർ കള്ളനാണെന്ന് പറയാനോ, അല്ലെങ്കിൽ ഈ ദീന് പൊളിഞ്ഞതാണെന്ന് പറയാനോ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഇതൊന്നും ആവശ്യപ്പെട്ടാൽ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നടപ്പിലാകില്ല എന്ന് അന്നത്തെ മക്കാ മുശ്രിക്കീങ്ങൾക്ക് വരെ ബോധ്യമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്യൂല. അത്ര കുറച്ച് ആദർശത്തിന്റെ വക്താക്കളായിരുന്നു സഹാബാക്കള്. ചെറിയ ഡിമാൻഡാണ് വെക്കുന്നത്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാം,
ഒരൊറ്റ കണ്ടീഷൻ, ഈ തൂക്കുമരത്തിൽ വരുന്നത് നിങ്ങളുടെ പ്രവാചകരാണെന്ന് പ്രവാചകർ ഈ തൂക്കുമരത്തിൽ വരുന്നത് എനിക്ക് ഇഷ്ടമാണെന്നൊന്ന് പറഞ്ഞാൽ മതി. നിങ്ങളെ വെറുതെ വിടും. വരൂല, അത് അവർക്കും അറിയാൻ വരൂല. പക്ഷെ നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ മതി. നിങ്ങളിപ്പോ ഈ തൂക്കുമരത്തിന്റെ ചോട്ടിലാണല്ലോ, ഈ തൂക്കുമരത്തിന്റെ ചോട്ടിൽ നിങ്ങളുടെ പ്രവാചകർ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതി. എത്ര ചെറിയ ഡിമാൻഡ്! ബഹുമാനികളെ, അവർക്കറിയാം അതും ഖുബൈബ് റളിയല്ലാഹു അൻഹു സമ്മതിക്കില്ല. നമ്മളാണോ ഈ സാഹചര്യത്തിലെങ്കിലോ നമ്മൾ 10 വട്ടം പറയും. എന്നിട്ട് വേണമെങ്കിൽ പുറത്തു വന്നിട്ട് പറയാം, ഞാൻ പറഞ്ഞത് നബിനോട് ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നല്ല, പിന്നെ തൂക്കുമരത്തുനിന്ന് കഴിച്ചിലാവാൻ അങ്ങനെ എന്ത് ഹിക്കുമത്തും വേണമെങ്കിൽ പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ മനസ്സറിഞ്ഞൊന്നല്ല പറഞ്ഞത്, ഞാൻ വെറുതെ പറഞ്ഞതാ. എന്തെല്ലാം മസലുണ്ട്. പക്ഷെ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ജീവനായ എന്റെ ചോരയുടെ ചോരയായ എന്റെ പ്രവാചകര് ഈ തൂക്കുമരത്തിൽ വരുന്നത് ഖുബൈബിന് ഇഷ്ടമാണെന്നോ? തൂക്കുമരത്തിൽ വരുന്നത് പോട്ടെ, എന്റെ പ്രവാചകരുടെ ആ പുണ്യ കാലിന്റെ ചോട്ടില് ഒരു മുള്ളു തറക്കുന്നത് ഖുബൈബ് പൊരുത്തപ്പെടില്ല. ഖുബൈബിന്റെ ജീവനുണ്ടെങ്കിൽ സമ്മതിക്കില്ല എന്നാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. തൂക്കുമരത്തിലേറ്റപ്പെട്ടു. മഹാനവറുകൾ തൂക്കുമരത്തിൽ കിടന്ന് ജീവൻ പടയുന്ന സമയത്ത്, ബഹുമാനികളെ, ജീവൻ നഷ്ടപ്പെടുന്ന സമയത്ത് തൂക്കുമരത്തിൽ നിന്ന് മഹാനവറുകൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുകയാണ്. തന്റെ ജീവൻ പോകുന്നതിൽ പ്രശ്നമില്ല, ജീവൻ പടയുന്നതിൽ മഹാനവറുകൾക്ക് വിഷമമില്ല. മഹാനവറുകൾ ആ തൂക്കുമരത്തിൽ നിന്ന് തിരിയാൻ ശ്രമിക്കുകയാണ്, മദീനയുടെ ഭാഗത്തേക്ക് തിരിയാൻ ശ്രമിക്കുകയാണ് കയറിൽ കിടന്ന്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചു പറയുകയാണ്, തന്റെ ജീവൻ സംഭരിച്ചുകൊണ്ട്. തന്റെ ജീവൻ വേർപ്പെടുന്നതിന്റെ മുമ്പ് നബിക്ക് മദീനയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് സലാം പറയുന്നു. ബഹുമാനികളെ, മദീനയിൽ സഹാബാക്കൾക്കിടയിൽ ഇരുന്നു കൊണ്ട് പ്രവാചകർ പറയുന്ന അലൈക്കുമുസ്സലാം യാ ഖുബൈബ്, അലൈക്കുമുസ്സലാം യാ ഖുബൈബ് എന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന് സലാം അടക്കുന്ന. ബഹുമാനികളെ, സഹാബാക്കൾ ചോദിക്കുന്ന, നബിയെ, ഖുബൈബ് എവിടെയാണ്? ആരോടാണ് സലാം അടക്കുന്നത്? അള്ളാന്റെ റസൂല് പറയുന്ന, എന്റെ ഖുബൈബ് അങ്ങ് ദൂരെ തൂക്കുമരത്തിലാണ്, ജീവൻ പടയുന്ന സമയത്ത് എനിക്ക് സലാം പറയുകയാണ്, ആ സലാം ഞാൻ മടക്കുകയാണ്. ബഹുമാനികളെ, അള്ളഹാനോടുള്ള സ്നേഹവും അള്ളഹാനോടുള്ള ബന്ധമൊക്കെ അവിടെ നിൽക്കട്ടെ. ആ അള്ളഹാനെ പരിചയപ്പെടുത്തി കൊടുത്ത നബിയോടുള്ള സ്നേഹം, ഏതൊരു രീതിയിൽ അള്ളഹാനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തോ, ഏതൊരു മാനസികാവസ്ഥയിൽ അള്ളഹാനോട് പെരുമാറേണ്ടതുണ്ടോ അത് പഠിപ്പിച്ചു കൊടുത്ത ഗുരുവിനോടുള്ള സ്നേഹാണ്. കാലിൽ മുള്ളു തറക്കുന്നത് പോലും ഖുബൈബ് പൊരുത്തപ്പെടില്ലെന്ന് പറയുമ്പോ, ഈ സ്നേഹത്തിന്റെ ലോകത്തേക്ക് എന്റെ പ്രിയപ്പെട്ട മുസൽമാനെ നമ്മെ ആരെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ? നമുക്കാരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? അള്ളാനെ സ്നേഹിക്കണമെന്ന ക്ലാസ് പോലും ഒരു വയലില്, ഒരു സ്റ്റേജിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അള്ളാനെ കുറിച്ച് എവിടെ ചർച്ച? നിസ്കാരത്തെക്കുറിച്ച്, നോമ്പിനെക്കുറിച്ച്, സക്കാത്തിനെക്കുറിച്ച്, ഹജ്ജിനെക്കുറിച്ച്, ഇസ്ലാമിനെക്കുറിച്ച്, സ്ത്രീയെക്കുറിച്ച്, സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സാമൂഹ്യ ചുറ്റുപാടിനെക്കുറിച്ച്, ശാസ്ത്രത്തെക്കുറിച്ച്, ശാസ്ത്രവും ഇസ്ലാമും കൂട്ടിക്കുഴക്കുന്നതിനെക്കുറിച്ച്, അന്യമതവും ഇസ്ലാം മതവും കൂട്ടിക്കുഴക്കുന്നതിനെക്കുറിച്ച്, മുഖാമുഖത്തെക്കുറിച്ച്, വാദമുഖത്തെക്കുറിച്ച്, വാദപ്രതിവാദത്തെക്കുറിച്ച് ചർച്ചയുണ്ടെങ്കിൽ ഈ ചർച്ചയൊക്കെ എന്തിനു പ്രേരിപ്പിക്കുന്നു? ഏകനായ അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ. ആ അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്, ആ അള്ളാഹിനെ കുറിച്ചുള്ള ഒരു വയല്. ഇന്നത്തെ പ്രഭാഷണത്തിന്റെ മുഖ്യ വിഷയം അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ടൊരു നോട്ടീസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? എന്തേ അള്ളാഹിനെ കുറിച്ച് പഠിക്കേണ്ടതില്ലേ? അള്ളാഹിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ലേ? അള്ളാഹിനെ കുറിച്ച് മിണ്ടരുത് എന്നാണ് ഇന്നത്തെ മുസ്ലിം സമൂഹം തെറ്റിദ്ധരിച്ചു വെച്ചത്. അള്ളാഹിനെ കുറിച്ചൊന്നും പഠിക്കണ്ട, അല്ല എവിടെയെന്നാവട്ടെ, എന്തോ ആവട്ടെ, എന്തോ ചെയ്യട്ടെ, എന്നെ സൃഷ്ടിച്ചിങ്ങോട്ട് വിട്ടു, ഇനി ഞാനിവിടെ ഇങ്ങനെ കെട്ടിമറിഞ്ഞ് തിരിഞ്ഞു നടക്കുക. അല്ല 7 ആകാശത്തിന്റെ അപ്പുറത്ത്, അർശിനപ്പുറത്ത് ഇരിക്കുന്ന ഒരു അള്ളയും, നമ്മൾ ഭാര്യ, മക്കള്, കുട്ടികൾ, ചുറ്റുപാട്, പ്രാരാബ്ദം, ഇതുകൊണ്ട് നട്ടം തിരിയുന്ന നമ്മൾ. എങ്ങനെ ഒരു വിദൂരത്തുള്ളൊരു ബന്ധം? എവിടെ നിന്ന് വരാൻ ആ സ്നേഹം? അള്ളാനെ സ്നേഹിക്കാൻ മുഖ്യമായി പഠിപ്പിക്കുക തന്നെ വേണം. മുതൽ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ സ്നേഹം വരും? ഇതൊന്നും സ്നേഹത്തിന്റെ മാനദണ്ഡമല്ല. സ്നേഹിക്കണമെങ്കിൽ, സ്നേഹിക്കപ്പെടണമെങ്കിൽ അറിവ് കൂടിയേ തീരും. ഏതൊരു വ്യക്തിയെ നാം സ്നേഹിക്കേണ്ടതുണ്ടോ അദ്ദേഹം തനിക്ക് ചെയ്തു തരുന്ന സേവനങ്ങള്, തനിക്ക് ചെയ്തു തരുന്ന ഖിദ്മത്തുകള്, താനും അദ്ദേഹവും തമ്മിലുള്ള ബന്ധങ്ങള്, ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഒരു മനുഷ്യന്റെ മനസ്സിൽ കിട്ടുമ്പോഴേ അയാളോട് സ്വാഭാവികമായി സ്നേഹം ഉണ്ടാവും. സ്നേഹം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ സ്നേഹം ഉണ്ടാവില്ല. അള്ളയും പറയുന്നില്ല നിങ്ങൾ എന്നെ സ്നേഹിക്കണം. അല്ല എത്ര സുന്ദരമായിട്ടാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. മൂമിനീങ്ങളെ പ്രചോദനം നൽകിക്കൊണ്ട്, മൂമിനീങ്ങളെ ഈ ലോകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. എന്റെ മൂമിനീങ്ങൾ ആരാണെന്നറിയുമോ? ആരാണ് എന്റെ മൂമിനീങ്ങൾ? അവരുടെ ലക്ഷണം എന്താണെന്നറിയുമോ നിങ്ങൾ?
എന്റെ മോമിനീങ്ങൾക്ക് കഠിനമായ സ്നേഹം അതികഠിനമായ സ്നേഹം എന്നോടായിരിക്കുമെന്ന് അല്ലാഹു പറയുന്നു. എന്നോടാവണമെന്നല്ല, എന്നോടായിരിക്കും. അവര് മൂമിനാണോ? അവരുടെ ഉള്ളിൽ സ്നേഹം എന്നോടായിരിക്കും. അല്ലേ പറയണത്? ഖുറാനാണോ ഓതിയത്? അല്ല പറയണ എന്നോടായിരിക്കും സ്നേഹം. ചെറിയ സ്നേഹം പോരാ. ഭാര്യയോടുള്ള സ്നേഹം മതിയോ? കുട്ടികളോടുള്ള സ്നേഹം മതിയോ? സമ്പത്തിനോടുള്ള സ്നേഹം മതിയോ? മാതാ പോരാ. ഇതിനേക്കാൾ ഉപരി ഇതിനോളം സ്നേഹം തന്നെ നമുക്കില്ല. അത് പോട്ടെ, അള്ളാഹിനോട് സ്നേഹം തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല, നമുക്കുണ്ടായിട്ടില്ല. അള്ളാഹിനോട് ഒരു വികാരമില്ല, സ്നേഹമില്ല, വെറുപ്പുമില്ല, ഒരു പേടിയുണ്ട്. അത് നല്ലോ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അല്ലങ്ങനെ കാത്തു നിൽക്കുന്ന നിലക്ക് നരകമുണ്ടാക്കി അവിടെ സർവ്വ ശിക്ഷകളും ഒരുക്കി വെച്ച് ഈ ഒന്നിനും കൊള്ളാത്ത പാവപ്പെട്ട അടിമങ്ങട്ട് വന്നിട്ട് വേണം നരകത്തിലെ ചൂടൊക്കെ ഒന്ന് അറിയിച്ചു കൊടുക്കാനെന്ന് കാത്തിരിക്കുന്നവരല്ലാനെ ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രബോധനത്തിന്റെ നാം മനസ്സിലാക്കിയ തെറ്റിദ്ധാരണ കൊണ്ട് നമ്മുടെ മനസ്സിൽ കയറി കൂടിയേക്കാം. നമ്മ ഉപദ്രവിക്കാൻ കാത്തു നിൽക്കുന്നല്ല. മരിച്ചു കിട്ടിയാൽ മതി ഖബറിലും ശിക്ഷ, പാരത്രിക ലോകത്തും ശിക്ഷ, 27 ഇരട്ടി ചൂട്, നരകത്തിൽ ചെമ്പിലും അങ്ങനെ ഇങ്ങനെയും ഈയം ഉരുക്കിയൊഴിക്കാനും കണ്ണ് കുത്തിപ്പൊട്ടിക്കാനും കാത് കുത്തിപ്പൊട്ടിക്കാനും തല നെടുക കീണാനും തല 40 ഛേദിക്കാനൊക്കെ കാത്തു നിൽക്കുന്ന സർവശക്തിയോടുകൂടിയ എണ്ണമറ്റ മലക്കുകളെ സായുധരാക്കി നിർത്തിക്കൊണ്ട് ഈ ഒന്നിനും കൊള്ളാത്ത അടിമങ്ങോട്ടേക്ക് വരട്ടെ, ഇവനെ പാകപ്പെടുത്താൻ കാത്തിരിക്കുന്നവരല്ലാനെ ഒരുപക്ഷെ നാം തെറ്റിദ്ധരിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അവനോടൊരു പേടിയുണ്ടാവും. അള്ളാനെ പേടിക്കണ്ടേ? പേടിക്കണം. നമ്മുടെ മനസ്സിൽ ഇന്ന് ഈ പിടികൂടിയ പേടി, ഈ പേടി യഥാർത്ഥത്തിൽ അള്ളാനെ സ്നേഹിക്കാൻ ഒരു മൂമിൻ തയ്യാറായാൽ ആ മൂമിന്റെ മനസ്സിൽ പിടികൂടുന്ന പേടി അല്ല ഇത്. നരകമില്ലെന്നോ, നരകത്തിലെ ശിക്ഷയില്ലെന്നോ, നരകത്തിലെ ശിക്ഷക്കാ കാഠിന്യമില്ലെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് ആ നരകമുണ്ടായിരിക്കെ, ശിക്ഷയുണ്ടായിരിക്കെ, കാഠിന്യമുണ്ടായിരിക്കെ അതിരറ്റ് സ്നേഹിക്കുന്ന അല്ലാഹ്, ആ അല്ലാഹനെ അതിരറ്റ് സ്നേഹിക്കുന്ന ഒരടിമക്ക് അല്ലാഹനോട് വരുന്ന പേടി ഇവൻ എന്നെ തല്ലും കൊല്ലും എന്ന പേടിയല്ല. മറിച്ച് ഈ ഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണോ നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക. നിങ്ങൾ എന്തിന് ഈ ഭൂമിയിൽ കണ്ടു കാണപ്പെടുന്ന മുള്ളുമുരട് മൂർക്കം പാമ്പ് മുതൽ കല്ലുകരട് കാഞ്ഞിരക്കുറ്റിയെ പോലെ പോലും സർവസ്വത്തിനെയും നിങ്ങൾ എന്തിനു പേടിക്കണം? ആരെയും പേടിക്കണ്ട, ഒരു ശക്തിയെയും പേടിക്കണ്ട, ഒരു സിയോണിസ്റ്റ് ഫാസിസ്റ്റ് കുതന്ത്രങ്ങളെയും നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ മാത്രം ഭയപ്പെടുക. എന്റെ ഔലിയാക്കള്, എന്നോട് ബന്ധം സ്ഥാപിച്ചവര്, എന്നെ സ്നേഹിച്ചവര്, എന്നോട് മൂമിനായ ആളുകള്, അവരുടെ ലക്ഷണം തന്നെ ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയമുണ്ടാവില്ല, അവർക്ക് ഒന്നിനെ കുറിച്ചും പേടിയുണ്ടാവില്ല. അവർക്ക് പേടിയില്ലാതിരിക്കാൻ കാരണം അവർക്ക് ഞാനുണ്ട്, എല്ലാത്തിനും മതിയായ റബ്ബുണ്ട് അവർക്ക്. അതുകൊണ്ട് നിങ്ങൾ സർവസ്വത്തിനും പേടിക്കണ്ട. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ എന്നെ പേടിച്ചാൽ മതി. ഇത് ഖുർആൻ പറയുന്നുണ്ട്. ഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. ബഹുമാനികളെ, എന്തോ കാണിക്കും, എന്തോ ഉപദ്രവിക്കുന്ന, ശിക്ഷിക്കുന്ന അള്ളാനെ മാത്രം പരിചയപ്പെട്ടാൽ പോരാ. ആദ്യമായി അള്ളാന്റെ റസൂൽ സ്നേഹത്തിന്റെ ഭാഷയാണ് പരിചയപ്പെടുത്തി കൊടുത്തത്. ആ സ്നേഹത്തിന്റെ ഭാഷയ്ക്ക് ശേഷമാണ് അതിന് പേടിക്കാനുള്ള ഒരവസ്ഥ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നബി ഉണ്ടാക്കി കൊടുത്തത്. അല്ലാതെ പേടിച്ച് ഒന്നും ചെയ്യാതെ ഒരു തരം അറുപ്പോടെ, വെറുപ്പോടെ, മുഷിപ്പോടെ ജീവിക്കാനല്ല അള്ളാഹുവിന്റെ റസൂൽ അള്ളാനെ പരിചയപ്പെടുത്തി കൊടുത്തത്. ഇവിടെയാണ് നമുക്ക് അബദ്ധം സംഭവിച്ചത്. ഇങ്ങനെ എല്ലാ നിലക്കും തല്ലാനും കുത്താനും കൊല്ലാനും അരക്കാനും മുറിക്കാനും ഛേദിക്കാനും കാത്തിരിക്കുന്ന അള്ളാഹുവിനെ അടിക്കടി നമുക്ക് പരിചയപ്പെടുത്തി തന്നാൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത് കേവലം ഒരു വെറുപ്പായിരിക്കും. ഈ വെറുക്കുന്ന ദാത്തിനോട് ഒരിക്കലും സ്നേഹമുണ്ടാകുക എന്നത് സാധ്യമല്ല. നമ്മെ ഉപദ്രവിക്കുന്ന ആളോട് സ്നേഹം വരിക സാധ്യമല്ല. അത് മനുഷ്യന്റെ ബുദ്ധിയിൽ യോജിക്കുന്നതല്ല. നിങ്ങൾ നോക്കൂ, അനുസരിച്ചേക്കാം, ഒരുപക്ഷെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തിയേക്കാം, പക്ഷെ അള്ളാഹു ആവശ്യപ്പെടുന്ന സ്നേഹം, മഹബ്ബത്ത് കൽബിലുണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. ബോംബെയില് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ ദാതകള്, ഓരോ പട്ടണങ്ങൾ സൂക്ഷിക്കുന്ന ചില ഫയൽമാൻമാര്, ദാതകള്, കൊലയാളികള്, ഓരോ നാട്ടുംപുറങ്ങള്, ഓരോ ഗല്ലികൾ സംരക്ഷിച്ചിരുന്നു. ആ ഗല്ലി ഇന്ന ദാതയുടേത്, മറ്റേ ഗല്ലി ഇന്ന ദാതയുടേത്. ആ ദാതയാണ് ആ ഗല്ലി സംരക്ഷിച്ചിരുന്നത്. അവൻ പൊതുവെ അക്രമിയും പിടിച്ചു പറിക്കുന്നവനും പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നവനും വീടുകളിൽ കയറി അനാശാസ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനുമായിരുന്നു. പക്ഷെ അവനെ തടുക്കാൻ, അവനോട് ചോദ്യം ചെയ്യാൻ ഒരു ഗ്രാമവാസിയും ധൈര്യപ്പെട്ടിരുന്നില്ല. കാരണം ചോദ്യം ചെയ്താൽ ഫലം അടിയാണ്, ശിക്ഷയാണ്,
കൊലയാണ്. അതുകൊണ്ട് തന്നെ അവരൊന്നും ചെയ്യുമായിരുന്നില്ല. ആ ദാത എന്തു പറയുന്നു അതുപോലെ സ്വീകരിക്കും. ആ ദാത എന്തു കൊടുക്കാൻ പറഞ്ഞോ അതങ്ങനെ തന്നെ കൊടുക്കും. ആ ദാത ചെയ്യുന്ന എല്ലാം കണ്ടുകൊണ്ട് ക്ഷമിച്ചിരിക്കും. പക്ഷേ അവര് ദാതയെ അനുസരിക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ആ ദാതയോട് ഒരു സ്നേഹം ഉണ്ടാവില്ല. ദാത ചത്തു എന്നറിഞ്ഞാൽ ഒരു ഗ്രാമവാസിയും കരയില്ല. ആ പഹയന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നേ പറയുള്ളൂ. അപ്പോ പേടിച്ചുകൊണ്ട്, ആക്രമിക്കുമെന്ന് പേടിച്ചുകൊണ്ട് ഒരു പക്ഷേ പറയുന്ന കൽപ്പനകള് അനുസരിച്ചെന്ന് വന്നേക്കാം. ഇങ്ങനെ എന്തോ ഒരു അടിച്ചമർത്തലിന്റെ പേരിൽ ഭീഷണിയുടെ സ്വരത്തിൽ പേടിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ, മുസൽമാന്റെ പെരടി പിടിച്ച് മണ്ണിൽ കുത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു അല്ലാഹനെ അല്ല നമുക്ക് പരിചയപ്പെടേണ്ടത്. മറിച്ച് തന്നെ തന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന, തന്റെ മാതാപിതാക്കളെക്കാൾ സ്നേഹിക്കുന്ന, തന്റെ ഉണർച്ചയിലും ഉറക്കത്തിലും തന്നെ താലോലിച്ചു പോറ്റി വളർത്തുന്ന, തന്റെ ഹൃദയത്തെ 4-ാം മാസം തൊട്ട് ഈ കാലഘട്ടം വരെ ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം ചുരുങ്ങിയത് മിടിപ്പിച്ചുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെ, ബുദ്ധിഭ്രംശം സംഭവിക്കാതെ, രക്തസമ്മർദ്ദം സംഭവിക്കാതെ, മാരകമായ രോഗങ്ങളില്ലാതെ ഉറക്കത്തിലും ഉണർച്ചയിലും എന്നെ താലോലിച്ചു പോറ്റുന്ന എന്റെ രാജാതിരാജനായ റബ്ബിനെ തന്നെക്കാൾ, തന്റെ ജീവനേക്കാൾ, തന്റെ ഭാര്യ മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ സ്നേഹിക്കാനുള്ള ഒരു പാഠശൈലി നബി കൊടുത്തത് ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കും കഴിയും അല്ലാഹനെ സ്നേഹിക്കാൻ. ഈ പാഠങ്ങളിലേക്ക് തിരിച്ചു വരിക ബഹുമാനികളെ. ഇവിടെയാണ് ഔലിയാക്കൾ ശ്രദ്ധിക്കപ്പെട്ടത്. നിങ്ങൾക്കറിയുമോ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഔലിയാക്കൾ ശ്രദ്ധിച്ചത് അല്ലാഹനെ കുറിച്ചുള്ള പാഠങ്ങളാണ്. അല്ലാഹനെ സ്നേഹിക്കാനുള്ള ക്ലാസുകളാണ് അവർ മുഖ്യമായി കൊടുത്തിരുന്നത്. 70 ഉമ്മാനേക്കാൾ സ്നേഹിക്കുന്ന അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കള്. മഹാനായ ഒരു വലിയന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം തസവുഫിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഒരു മുഴുകുടിയനായ, കുടിച്ച് മസ്തായി റോഡരികില് യാതൊരു ബോധവുമില്ലാതെ കിടക്കുന്ന ഒരു മനുഷ്യനെ ഒരു സൂഫി വര്യൻ മഹാനവറുകളെ കാണാനിട വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നൊരകൾ വന്നുകൊണ്ട് ബോധം കെട്ട് പിച്ചും പേയും പറഞ്ഞ് പുഴുക്കളും ഈച്ചകളും പ്രാണികളും അരിച്ചുകൊണ്ട് ഭൂമിയിൽ കിടക്കുന്ന ഈ കല്ലിന്റെ അടിമയായ മനുഷ്യനെ ആ സൂഫി വര്യർ കണ്ടപ്പോൾ മഹാനവറുകൾ പെട്ടെന്ന് തന്റെ തലയിലുള്ള തലപ്പാവ് അഴിച്ചുകൊണ്ട് ആ മുണ്ടുകൊണ്ട് ഈ സാധു മനുഷ്യന്റെ ചുണ്ട് തുടക്കുകയാണ്. പടച്ച തമ്പുരാനെ, നിന്റെ ദിക്ർ നടക്കേണ്ട ചുണ്ടാണല്ലോ ഇത്. ആരാണ് ഇതിനെങ്ങനെ കോലക്കേട് വരുത്തിയത്? തുടച്ചു നന്നാക്കുന്നു ബഹുമാനികളെ. അല്പം വെള്ളം കൊണ്ടുവന്ന് ആ കല്ലുകുടിയന്റെ വായയിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ആ വായ കുപ്പിളിക്കുകയാണ് ബഹുമാനികളെ. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, പടച്ച തമ്പുരാനെ, നിന്റെ ദിക്ർ നടക്കേണ്ട ചുണ്ടുകളാണല്ലോ ഇത്. ഇതിനെന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ചുണ്ട് വൃത്തിയാക്കി, വായ കഴുകി വൃത്തിയാക്കി രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പറയുന്നു, പടച്ച തമ്പുരാനെ, നിന്റെ ഒരു പാവപ്പെട്ട അടിമ, ആ അടിമക്ക് നീ ചുണ്ട് നൽകി, നാക്ക് നൽകി, നിനക്ക് ദിക്ർ ചെയ്യാൻ. പക്ഷെ അത് കാണുന്നില്ല. ആ സാധുവിന്റെ ചുണ്ടുകള് ദിക്റിലല്ല, നാവ് ദിക്റിലല്ല, മറിച്ച് നിനക്ക് ഇഷ്ടപ്പെടാത്ത കഞ്ചാവിന്റെയും കള്ളിന്റെയും ലഹരിയുടെയും ലോകത്താണ് പടച്ചവനെ. ഈ സാധുവിന്റെ ചുണ്ടും നാക്കും വായയും ശുദ്ധിയാക്കാൻ എനിക്ക് കഴിയും. ഞാൻ അത് ചെയ്തിട്ടുണ്ട് പടച്ചവനെ. പക്ഷെ ഈ സാധുവിന്റെ കൽബ് നന്നാക്കാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ പടച്ചവനെ. ഈ സാധുവിന്റെ കൽബിനെ നീ നന്നാക്കണമേ എന്ന് ദുആ ചെയ്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ മഹാനവറുകൾ അവിടുന്ന് നടന്നു നീങ്ങുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ ബോധം തെളിഞ്ഞു വന്നപ്പോ ആളുകൾ പറഞ്ഞു കൊടുക്കുന്നു, മനുഷ്യ, നീ എന്തൊരു വ്യക്തിയാണ്, നീ എന്തൊരു മോശക്കാരനാണ്, കള്ള് കുടിച്ച് കൂത്താടി ഇന്നാലിന്ന മഹാൻ ഇവിടെ വന്ന് നിന്റെ വായ കണ്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. നീ എന്തിനാണ് മദ്യപിക്കുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ ഈ സാധു മനുഷ്യന്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ഖേദം വരുന്നു. അങ്ങനെ പിറ്റേന്ന് ഈ മഹാനവറുകൾ പള്ളിയിൽ ഇമാമത്തിന് വേണ്ടി സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് അങ്ങ് നടന്ന് പള്ളിയുടെ ഉള്ളിലേക്ക് കടന്നു നോക്കുമ്പോ അതാ മുൻസഫില് കുളിച്ച് വൃത്തിയായി എല്ലാ ലഹരിയിൽ നിന്നും മുക്തനായി ശുദ്ധനായിക്കൊണ്ട് ഈ കള്ളുകുടിയൻ ഒന്നാമത്തെ സഫില് നമസ്കരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ബഹുമാനികളെ, ഈ മഹാനവറുകളെ കണ്ട മാത്രയിൽ എണീറ്റ് ഓടി വന്നുകൊണ്ട് കാൽക്കൽ വീണ് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ സയ്യിദി, എന്റെ നേതാവേ, ഇനിമേലിൽ ഞാൻ മദ്യപിക്കില്ല, ഇനിമേലിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞുകൊണ്ട് കാൽക്കൽ കടന്ന് കരയുകയാണ് ബഹുമാനികളെ. ഇതാണ് ഔലിയാക്കളുടെ പ്രബോധന ശൈലി. സ്നേഹത്തിലൂടെ അടിമയെ അള്ളാന്റെ ആളാക്കി മാറ്റുക, സ്നേഹിച്ചുകൊണ്ട് അടിമയുടെ മനസ്സിന് മാനസിക പരിവർത്തനം ഉണ്ടാക്കുക.
കുറ്റപ്പെടുത്തലുകളും ശാസനകളും താക്കീതുകളും ശിക്ഷകളും. അങ്ങനെ ചെയ്താൽ ഇങ്ങനെയുണ്ട്, ഇങ്ങനെ ചെയ്താൽ അങ്ങനെയുണ്ട്, അതിന് നരകം, ഇതിന് ശിക്ഷ, ഇതിന് തീ, ഇതിന് ചെമ്പ്, ഇതിന് പഴുപ്പിക്കല്, ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ മാത്രമല്ല ദീൻ പ്രബോധനം ചെയ്യാനുള്ളത്. മറിച്ചത് വേണം. ഇതില്ല എന്നല്ല, ഇതോടൊപ്പം തന്നെ ഈ അടിമയുടെ മനസ്സിനെ പിടിച്ചുകുലുക്കാൻ നല്ലത് അള്ളാഹുവിന്റെ മഹബത്താണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാത്ത കാലത്തോളം നമുക്ക് അല്ലാഹുവിനോട് ബന്ധമുണ്ടാവില്ല. യത്ലു അലൈഹിം ആയാതിഹി, ഈ വിഷയം ഇന്നും നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെടണം. എന്തേ ഇത് ചർച്ചയില്ലാതെ പോയത്? പുസ്തകങ്ങളിൽ കിട്ടുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പഠനങ്ങളിൽ നിന്നും ബിരുദങ്ങളിൽ നിന്നും ടൈറ്റിലുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ബിരുദാനന്തര ബിരുദങ്ങളിൽ നിന്നും കാലപ്പഴക്കം കൊണ്ടും നേതൃത്വം വഹിക്കൽ കൊണ്ടും ഒരു നാടിനെ അടക്കി ഭരിക്കൽ കൊണ്ടും ഒരുപാട് കാലത്തെ ഭരണം കൊണ്ടും ഇത് നേടുമായിരുന്നെങ്കിൽ കിട്ടേണ്ടതല്ലേ, നമ്മിലേക്ക് എത്തേണ്ടതല്ലേ? എന്തുകൊണ്ടെത്തുന്നില്ല? കുറ്റപ്പെടുത്തുകയല്ല, ആക്ഷേപിക്കുകയല്ല, ഈ പഠനങ്ങളിൽ അത് ഒതുങ്ങാത്തത് കൊണ്ടാണ്. ഒതുങ്ങുമായിരുന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് കിട്ടുമായിരുന്നു. അത് മുഴുവനും സർവവും ഖുർആനിലുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ആ ഖുർആനിന്റെ ഉള്ള് മനസ്സിലാക്കി തരാൻ പ്രവാചകര് ആ സഹാബാക്കളെ മുന്നിലിരുത്തിക്കൊണ്ട് തസവുഫിന്റെ സൂഫിയാക്കളുടെ സുഫത്തിന്റെ തിണ്ണയിലിരുന്ന ആ സഹാബാക്കളെ നേരിട്ട് പഠിപ്പിച്ചു കൊടുത്ത് അവരടുത്ത തലമുറക്ക് ചുണ്ടിൽ നിന്ന് നെഞ്ചിലേക്ക്, നെഞ്ചിൽ നിന്ന് ചുണ്ടിലേക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത ഗുരു ശിഷ്യ ആ പഠനത്തിന്റെ കുറവാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ഇന്ന് നമ്മൾ കിതാബിലേക്ക് മാത്രം മടങ്ങി, ഗ്രന്ഥങ്ങളിലേക്ക് മാത്രം മടങ്ങി, അച്ചടിയിലേക്ക് മാത്രം മടങ്ങി, പഠനം വായിക്കുക, കേൾക്കുക, പഠിക്കുക, അർത്ഥം പറയുക, ഇതിലേക്ക് മാത്രം മടങ്ങിയത് ഇത് നമ്മിൽ നിന്ന് നഷ്ടപ്പെടാൻ കാരണമായി എന്നാണ് തോന്നുന്നത്. ബഹുമാനികളെ, തിരിയുക. ഈ തരത്തിൽ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹിനെ കുറിച്ച് ഇന്നും എന്നും എന്തിന് ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പിൻഗാമികൾ ഈ ലോകത്ത് നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. വേണമെങ്കിൽ, പറ്റുമെങ്കിൽ, നല്ലതെന്ന് തോന്നുമെങ്കിൽ സ്വീകരിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ഈ കേടുകൾ മാറ്റിയെടുക്കാൻ സാധിച്ചേക്കാം. ഉറപ്പ്. അല്ലെങ്കിൽ അതുകൊണ്ടേ തീരൂ എന്ന വാശിയൊന്നും ഞാൻ വെക്കുന്നില്ല. ഒരു പക്ഷേ ചെയ്തു നോക്കൂ ബഹുമാനികളെ. നമുക്ക് ഈ പോരായ്മ പരിഹരിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ്. നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു പോകും. അള്ളാഹിനോടൊരു ബന്ധവും സ്നേഹവും തൃപ്തിയുമില്ലാതെ എന്തോ ചില കാട്ടിക്കൂട്ടലുകളെ കൊണ്ട്, എന്തോ ചില ചെയ്തികളെ കൊണ്ട്, എന്തോ ചില ബാഹ്യ കർമ്മങ്ങളുടെ ആചാരങ്ങളുടെ മുറ കൊണ്ട് അള്ളാഹു ഒരിക്കലും തൃപ്തിപ്പെടില്ല. ആ 11 കൊല്ലം ആ ഏതൊരു തൃപ്തിക്കുള്ള പാഠമാണോ മുത്തുനബി പഠിപ്പിച്ചതെങ്കിൽ അത് തന്നെ കിട്ടണം ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്കറിയോ, നമസ്കാരം നിർബന്ധമാക്കപ്പെടുന്ന ഈ 51 വയസ്സിന്റെ മുമ്പ് തന്നെ നല്ല പ്രഗത്ഭരായ ഒരുപാട് സഹാബാക്കളും സഹാബിയത്തുകളും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നമസ്കരിക്കാൻ, എന്തിന് നിർബന്ധമായി നമ്മൾ ഇന്ന് ചെയ്യുന്ന 5 വക്ത് നമസ്കാരം നമസ്കരിക്കാൻ അവർക്ക് അവസരം കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം 51 വയസ്സിന് ശേഷമാണ് നബി നമസ്കാരം നിർബന്ധമാക്കുന്നത്. അതിന്റെ മുമ്പ് മരണപ്പെട്ടവർക്ക് എങ്ങനെ നമസ്കരിക്കാൻ കഴിഞ്ഞു? അതുകൊണ്ട് അവർ നമസ്കരിച്ചിട്ടില്ല. നമസ്കരിക്കാതെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയവരാണ്. എന്തിന്? നബിയുടെ കരളിന്റെ കഷ്ടമായിരുന്ന, നബിയുടെ പ്രിയ പത്നിമാരിൽ നബിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഈ 51 വയസ്സിന്റെ മുമ്പ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയവരാണ്. അവര് ചെറുതാണെന്നോ, അവർ നിർബന്ധ നമസ്കാരങ്ങൾ നമസ്കരിക്കാത്തത് കൊണ്ട് അവർക്ക് ദീനിൽ സീറ്റില്ലാന്നോ ഒന്നുമല്ല പറയും. നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മഹദിയാണ്. മൂമിനീങ്ങളുടെ ഉമ്മമാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അവരുടെ കാലിന്റെ ചോട്ടിൽ ഒരു മൺതരിക്ക് പോലും ജീവിതകാലം മുഴുവനും ഇഖ്ലാസോടുകൂടി നമസ്കരിച്ചാലും 24 മണിക്കൂർ നിസ്കരിച്ചാലും ആ സാധു സഹോദരിയുടെ ആ ഉമ്മയുടെ കാലിന്റെ ചോട്ടിലെ മൺതരിക്ക് ലോകത്താർക്കും സമമാകാൻ കഴിയില്ല. അവരുടെ മഹത്വം എന്തുകൊണ്ട്, അവരുടെ മഹാത്മ്യം എന്തുകൊണ്ട് അവർ നേടിയെടുത്തു? ആ പാഠങ്ങളാണ് നാം ശ്രദ്ധിക്കാതെ പോകുന്നത്. ബഹുമാനികളെ, മഹാനായ യാസിർ റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ മരണപ്പെട്ട മറ്റൊരു സഹാബിയാണ്. ഇവരൊക്കെ റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹ് അവരെയും തൃപ്തിപ്പെട്ടിരിക്കണ്, അവരല്ലാഹിനെയും തൃപ്തി. ആ പെട്ടികയിൽ നിന്ന് നബി 51 വയസ്സിന്റെ മുമ്പുള്ളവരെ മാറ്റി നിർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമായ പാഠം നമ്മൾ പഠിക്കണം 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 എന്നാണ് ഈ പറയുന്നത്. അത് പറയുമ്പോ മറ്റൊന്നും തെറ്റിദ്ധരിക്കരുത്. അവരെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ അവരുടെ മഹത്വം മുസ്ലിമീങ്ങളുടെ മനസ്സിന്ന് വീണു പോകുമെന്നാ. ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ അതിന് മറുപടി ആയിക്കൊണ്ട് ഒരു പണ്ഡിത സുഹൃത്ത് പറഞ്ഞത്, അങ്ങനെ ഒന്നും പറയാൻ പറ്റൂല. ഖദീജ ബീവിയൊക്കെ മുമ്പ് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നിസ്കരിക്കാതെ പോയ ഖദീജ ബീവി നരകത്തിലാണെന്നൊക്കെ വിചാരിച്ചു പോകൂലേ? വിചാരിക്കൂല. അത് പറയുന്ന ആള് തെറ്റിദ്ധരിച്ചു പോയോന്നല്ല, ഒരിക്കലും അങ്ങനെ വിചാരിക്കില്ല. അവരുടെ മഹത്വം അംഗീകരിച്ചുകൊണ്ട് തന്നെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നുകൊണ്ട് മറ്റുള്ളവരെ സ്വർഗത്തിലേക്ക് കടത്താൻ സ്വർഗീയ വനിതകളുടെ നേതാവായി നബി പരിചയപ്പെടുത്തിയ മഹദികളിൽ ഒരു മഹദിയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ.
അവരുടെ മഹാത്മ്യം കുറക്കല്ല, പക്ഷേ അവരുടെ മഹത്വം നാം ഇന്ന് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇതുകൊണ്ട് മാത്രമല്ലായിരുന്നു എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ. മറിച്ച് അവർക്ക് ജീവന്റെ ജീവനായി ആരോട് സ്നേഹമുണ്ടായിരുന്നു? അള്ളാഹിനോട് സ്നേഹമുണ്ടായിരുന്നു. അള്ളാഹ്ക്ക് വേണ്ടി സർവവും ത്യജിക്കാൻ അവർ തയ്യാറായിരുന്നു. അതാണ് അവരുടെ ഈമാനിക തേജസ്. ആ തേജസ്സാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ബഹുമാനികളെ, രണ്ടാമത് നബി ചെയ്ത ദൗത്യം വയുസക്കീഹിം, നബി സംസ്കരിക്കും, സംസ്കരണം നടത്തും, തസ്കിയത്ത് നടത്തുമെന്ന് അള്ളാഹു ആണ് പറയുന്നത്, ഖുർആനാണ് പറയുന്നത്. വയുസക്കീഹിം, നബി തസ്കിയത്ത് ചെയ്യും. തസ്കിയത്ത് എന്നത് എന്താണ്? സംസ്കരണം. ബഹുമാനികളെ, സംസ്കരിക്കുക. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്നലെ വരെ നമസ്കരിക്കാത്ത ഒരാളെ പിടിച്ചുകൊണ്ടുപോയി നമസ്കാരം ശീലിപ്പിക്കുന്നതിനാണോ തസ്കിയത്ത് എന്ന് പറയാം? അത് ഇന്നലെ വരെ ദീനിൽ വരാത്ത ഒരാൾ ഇന്ന് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു, അയാളെ ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്നതിനാണോ തസ്കിയത്ത് എന്ന് പറയാം? ഇസ്ലാമിന്റെ അനുഷ്ഠാന കർമ്മങ്ങളിലേക്ക് അയാളെ അനുകരിപ്പിക്കുന്നതിനാണോ തസ്കിയത്ത് എന്ന് പറയാം? നബിയുടെ കാലത്തേക്ക് മടങ്ങി നോക്കാം. തസ്കിയത്ത് സംസ്കരണം, ഹൃദയത്തെ സംസ്കരിക്കുക, റൂഹിനെ സംസ്കരിക്കുക. സംസ്കരണം എന്ന് പറഞ്ഞാൽ നന്നാക്കിയെടുക്കുക, ശുദ്ധിയാക്കുക. എന്തൊക്കെ കേടാണോ അതിലുള്ളതെങ്കിൽ ആ കേടുകളെ ദൂരീകരിച്ചുകൊണ്ട് അതിനെ നന്നാക്കിയെടുക്കുക. ഹൃദയത്തെ സംസ്കരിക്കുക, തസ്കിയത്തുൽ ഖൽബ്, ഹൃദയത്തെ സംസ്കരിക്കുക. എന്താണത്? എങ്ങനെയാണിത് ചെയ്തത്? നബി ചെയ്തു എന്നുള്ള പറയുന്നു. വയുസക്കീഹിം. ബഹുമാനികളെ, അക്കാലത്തെ ചില ചരിത്രങ്ങൾ നോക്കൂ നിങ്ങൾ. സഹാബാക്കൾ ദീനിൽ വരുന്നതിന്റെ മുൻപ് അവരുടെ ജീവിതം എന്തായിരുന്നു? ദീനിൽ വന്ന് നബിയിൽ നിന്ന് തസ്കിയത്ത് കിട്ടിയതിന്റെ ശേഷം അവരുടെ ജീവിതം എങ്ങനെ മാറി? ഇത് രണ്ടും താരതമ്യം ചെയ്താൽ നബി ചെയ്ത തസ്കിയത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ബഹുമാനികളെ, മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ തുല്യതയില്ലാത്ത മഹാന്മാരിൽപ്പെട്ട ഒരു മഹാനാണ്. എനിക്ക് ശേഷം നബി ഉണ്ടാവുകയാണെങ്കിൽ ഉമർ നബിയാകുമായിരുന്നു എന്ന് നബി സന്തോഷ വാർത്ത അറിയിച്ചതാണ്. ഉമർ ഒരു വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ശൈത്താൻ മറുവഴിയിലൂടെ വന്നാൽ ഓടിപ്പോകുമെന്ന് നബി പറഞ്ഞതാണ്. നബി ഉമറും ഫിൽ ജന്ന എന്ന് നബി സർട്ടിഫിക്കറ്റ് നൽകിയതാണ്. ഇങ്ങനെ എല്ലാ നിലക്കും ദീനിന്റെ ഉന്നത പദവി അലങ്കരിച്ചിരുന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനികളെ, അവർക്ക് നബിയുടെ തസ്കിയത്ത് കിട്ടുന്നതിന്റെ മുമ്പത്തെ കഥ, തസ്കിയത്ത് കിട്ടിയതിന് ശേഷമുള്ള അവരുടെ അവസ്ഥ, ഇത് രണ്ടുമൊന്ന് താരതമ്യം ചെയ്താൽ ഇൻഷാ അല്ലാഹ് നബി എന്താണ് തസ്കിയത്ത് ചെയ്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാനികളെ, ഉമർ റളിയല്ലാഹു അൻഹു ദീനിൽ വരുന്നതിന്റെ മുമ്പ് ഒന്നാം നമ്പർ എല്ലാ നിലക്കും മക്കയിൽ അറിയപ്പെട്ടിരുന്ന എല്ലാ വേണ്ടാത്തരങ്ങളുടെയും പിറകിലുള്ള ഒരു മുഖ്യ കണ്ണിയായിരുന്നു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൽ വരുന്നതിന്റെ മുമ്പ് മഹാനവറുകൾ ആ സ്വഭാവക്കാരനായിരുന്നു. ഒന്നാം നമ്പർ അഹങ്കാരിയായിരുന്നു. ഒരാളെയും വകവെക്കാത്ത അവസ്ഥയായിരുന്നു. ആരെയും അംഗീകരിക്കാത്ത അവസ്ഥയായിരുന്നു. മഹാനവറുകളുടെ അഹങ്കാരത്തിന്റെ ഉന്നതി, ഏറ്റവും ഉയർന്ന അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, മഹാനവറുകളുടെ വീട്ടിന്റെ മുന്നിൽ ആ കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ, ഒരു ചെറിയ ബോർഡ് എഴുതി വെച്ചിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ കോമ്പൗണ്ടിന്റെ മുന്നിൽ. എന്താണ് ആ ബോർഡിൽ ഉണ്ടായിരുന്നതെന്നറിയോ? ഇത് ഉമറിന്റെ വീടാണ്. ഈ വീട്ടിന്റെ മുന്നിലൂടെ ആരെങ്കിലും വാഹനപ്പുറത്ത് പോവുകയാണെങ്കിൽ അവന്റെ തല ഞാൻ ഉടലിൽ വെച്ചേക്കൂല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു. നോക്കൂ, ഉമർ റളിയല്ലാഹു അൻഹു അന്ന് എഴുതി വെച്ച ഒരു നോട്ടീസ്. എത്ര വയസ്സനാണെങ്കിലും, എത്ര രോഗിയാണെങ്കിലും, എത്ര ധനാഢ്യനാണെങ്കിലും, എത്ര വമ്പനാണെങ്കിലും ഉമറിന്റെ വീട്ടിന്റെ കോമ്പൗണ്ടിന്റെ മുന്നിലൂടെ പോകണമെങ്കിൽ കുതിരപ്പുറത്താവട്ടെ, ഒട്ടകപ്പുറത്താവട്ടെ, കഴുതപ്പുറത്താവട്ടെ, ഏത് വാഹനത്തിന്റെ പുറത്താവട്ടെ, അവിടെ നിന്ന് ഇറങ്ങി ഉമറിന്റെ കോമ്പൗണ്ട് കഴിയുന്നത് വരെ വാഹനത്തിന്റെ താഴെ ഇറങ്ങി നടന്നു പോകണം. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ തല വെട്ടും. നോക്കൂ നിങ്ങൾ, എന്താ ചെയ്ത തെറ്റ്? ഉമറിന്റെ വീടിന്റെ മുന്നിൽ കൂടെ വാഹനപ്പുറത്ത് പോയി. ഇത്രയും വലിയ ഒരു അഹങ്കാരത്തിന്റെ സ്വരം പിൽക്കാലത്ത് ലോകത്താരും പറഞ്ഞിട്ടില്ല. ഇന്നും ലോകത്താരും അങ്ങനെ പറയാൻ തയ്യാറില്ല. ഉണ്ടോ? എന്റെ വീട്ടിന്റെ മുന്നിൽ കൂടെ വാഹനപ്പുറത്ത് പോയാൽ എന്റെ തല വെട്ടെന്ന് പറയാൻ ആർക്കാ ധൈര്യമുള്ളേ? ഉമർ റളിയല്ലാഹുവിന്റെ സ്വഭാവമായിരുന്നു. അതേപോലെ 10-20 പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയ വ്യക്തിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. എന്തെല്ലാം മക്ക മുശ്രിക്കീങ്ങൾക്ക് എന്തെല്ലാം തകരാറുകൾ ഉണ്ടായിരുന്നോ ആ തകരാറിന്റെ ഒക്കെ ഒരു നമ്പർ 1 മാതൃകയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷേ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയെടുക്കാൻ വാളൂരി പുറപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം സഹോദരിയുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നബിയുടെ താഹ എന്ന ആ നബിയെ വർണ്ണിച്ചുകൊണ്ടുള്ള ഖുർആൻ ആയത്തിന്റെ ചില ഭാഗങ്ങൾ കേൾക്കാനിട വരികയും അങ്ങനെ മനസ്സിലെന്തെന്നില്ലാത്തൊരു മാറ്റം വരികയും ദാറുൽ അർഖമിലിരിക്കുന്ന പ്രവാചകരുടെ മുന്നിലേക്ക് ഊരിപ്പിടിച്ച വാളുമായി തുടുക്കുന്ന ചോര തുളുമ്പുന്ന കണ്ണുമായി നടന്നു വരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ നബിയെ സംരക്ഷിക്കുന്ന സംരക്ഷകർ പറയുന്ന, നബിയെ, മക്കയിലെ ഉമർ വരുന്നുണ്ട്, എന്ത് ചെയ്യണം പ്രവാചകരെ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വിട്ടേക്കുക, ഉമറിന്റെ അടുത്തേക്ക് വരട്ടെ. നബിയെ, ഉമർ വാളൂരിയാണ് വരുന്നത്, വന്നുകൊള്ളട്ടെ, സഹാബാക്കളെ വിട്ടുകൊടുക്കുക. ബഹുമാനികളെ ഉമർ റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി മക്കയിലെ മുശ്രിക്കീങ്ങളെ വാഗ്ദാനം ചെയ്ത 100 കണക്കിന് ഒട്ടകങ്ങളുടെ പാരിതോഷികം വാങ്ങാൻ വേണ്ടി പുറപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു യാതൊരു പ്രതിബന്ധവുമില്ലാതെ നബിയുടെ മുന്നിലേക്ക് വരികയാണ്. നബിയുടെ മുന്നിൽ വരുമ്പോ യാതൊരു ചാഞ്ചല്യവുമില്ലാതെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർഭയനായിരിക്കുന്നു. മഹാനവറുകൾ വന്നുകൊണ്ട് തന്റെ വാള് നബിയുടെ കാൽക്കൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന, നബിയെ, അവിടുത്തെ ദീൻ എനിക്ക് പറഞ്ഞു തരിക, അവിടുത്തെ ഇസ്ലാം മതം സ്വീകരിക്കാൻ വന്നതാണ്. അങ്ങനെ ആ പരിശുദ്ധ ദീൻ സ്വീകരിച്ചുകൊണ്ട് എന്തിന് നബിയെ ഈ സത്യമായ ആദർശം മൂടി വെക്കുന്നു, പരസ്യപ്പെടുത്തുക പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട് ആ നബിയെയും അനുചരന്മാരെയും മക്കയുടെ തെരുവീതികളിലൂടെ ആനയിച്ചുകൊണ്ട് ഉമ്മമാരെ, മക്കളെ, ഭാര്യമാരെ വിധവയാക്കാനും മക്കളെ എത്തീമക്കളാക്കാനും ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഉമറിന്റെ വാളിന്റെ മുന്നിലേക്ക് വരിക എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ആ മക്കയുടെ തെരുവീതിയിലൂടെ നബിയെയും സഹാബാക്കളെയും അനുകരിച്ച ഉമർ റളിയല്ലാഹു അൻഹു, ആ ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് എവിടെ എത്തി? അവരുടെ പഴയ കഥ ഇങ്ങനെയാണെങ്കിൽ കുട്ടികളെ കുഴിച്ചു മൂടുകയും കള്ളും പെണ്ണും കഞ്ചാവും കൊലയും അക്രമവും അഹങ്കാരവും എന്ന് വേണ്ട എല്ലാത്തിന്റെയും മകുടോദാഹരണമായിരുന്നെങ്കിലും നബിയുടെ തസ്കിയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എവിടെ എത്തി? ഏറ്റവും വലിയ അഹങ്കാരി, ഏറ്റവും വലിയ താഴ്മയുടെ ലോകത്തേക്ക് താഴ്ന്നു, പാതാളത്തോളം താഴ്ന്നു. ആ മഹാനവറുകളുടെ അഹങ്കാരത്തിന് ഇന്ന് ലോകത്ത് തുല്യതയില്ലെങ്കിൽ ദീനിന്റെ തസ്കിയത്ത് കൊണ്ട് ആ മഹാനവറുകൾക്ക് വന്ന താഴ്മക്കും ഇന്ന് ലോകത്ത് തുല്യതയില്ല. നാം പോലും അത്തരം താഴ്മ കാണിക്കാൻ തയ്യാറില്ല. ബഹുമാനികളെ, നിങ്ങൾക്കറിയുമോ, മഹാനവറുകളുടെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു. ചെറിയ കുട്ടി, കൗമാരപ്രായത്തിലുള്ള കുട്ടിയായപ്പോ മഹാനവറുകള് നബിയുടെ പേരക്കുട്ടികളിൽ ഒരു കുട്ടിയായ ഹസൈനാർ റളിയല്ലാഹു അൻഹുമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കളിക്കുന്നതിന്റെ ഇടയിൽ ഹസൈനാർ റളിയല്ലാഹു അൻഹു കുട്ടിയാണ്, രണ്ടാളും കുട്ടിയാണ്. അവര് തമ്മിൽ കളിയിൽ എന്തോ തെറ്റിപ്പോയപ്പോ നബിയുടെ പേരക്കുട്ടി ഫാത്തിമ ബീവിയുടെ കരളിന്റെ കഷ്ണമായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലെ ഒരു കുട്ടി ഹസൈനാൻ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനെ ചീത്ത പറയുകയാണ്. നമ്മളെപ്പോലെ മാരകമായ ചീത്തൊന്നും അവർ പറയില്ല. അവര് പറയുന്നത് എന്താണ്? എന്റെ വല്ലിപ്പായുടെ അടിമയുടെ മോനെ എന്ന് വിളിച്ചു, എന്റെ വല്ലിപ്പായുടെ ഗുലാമിന്റെ മകനെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനെ ആര് വിളിച്ചു? ഹസൈനാർ റളിയല്ലാഹു അൻഹു വിളിച്ചു. എന്റെ വല്ലിപ്പ എന്ന് പറഞ്ഞ റസൂലുള്ളാന്റെ അടിമ എന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു, ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനല്ലേ ഈ എന്നാ ചോദിച്ചത്? എന്റെ വല്ലിപ്പായുടെ ഗുലാമിന്റെ മകനെ. അത് കുട്ടിക്ക് പൊള്ളി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ചെറിയ കുട്ടിയാണ്. അവർക്ക് പൊതുവെ അടിമ എന്നൊക്കെ കേൾക്കുമ്പോ പെട്ടെന്ന് മനസ്സിന് പിടിക്കുന്ന അവസ്ഥയാണ്. ആ കുട്ടി കരഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നു, ഉപ്പ, എന്നെ ഹസൈനാര് തങ്ങൾ ചീത്ത വിളിച്ചു, ഹസൈനാര് തങ്ങളെ എന്റെ ഉപ്പാനെ അടിമ എന്ന് വിളിച്ചു, അവരുടെ വല്ലിപ്പായുടെ അടിമയുടെ മകനാണ്, ഗുലാമിന്റെ മകനാണെന്നൊക്കെ എന്നെ ആക്ഷേപിച്ചു. ഇത് കേട്ടപ്പോ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ, അങ്ങനെ പറഞ്ഞോ, അങ്ങനെ വിളിച്ചോ, എങ്കിൽ നമുക്കതൊരു കേസാക്കി മാറ്റണം. എന്റെ കുട്ടി അങ്ങനെ പറഞ്ഞോ, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഹസൈനാര് തങ്ങളോട് ആ പറഞ്ഞതൊന്ന് എഴുതി തരാൻ പറയും. നമുക്ക് കേസ് കൊടുക്കാനാണ്, ഒരു തെളിവിനാണ്, ഹാക്കിമിന്റെ മുന്നിൽ കാണിക്കാനാണ്. എന്റെ കുട്ടി അതൊന്ന് എഴുതി തരാൻ പറയുന്ന. ഈ ചെറിയ കുട്ടി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടി മറ്റൊന്നും ധരിക്കാതെ ഹസൈനാര് തങ്ങളെടുത്ത് ചെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചത് ഞാൻ ഉപ്പായോട് പറഞ്ഞു, ഉപ്പ അത് എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹസൈനാര് തങ്ങൾ ഒരു കടലാസിൽ അത് എഴുതി കൊടുക്കുകയും ചെയ്തു. എന്താണ് എഴുതി കൊടുത്തത്? അതിന്റെ അറബിയല്ല ഞാൻ പറയുന്നത്, മലയാളമാണ് പറയുന്നത്. എന്റെ വല്ലിപ്പായുടെ ഗുലാമിന്റെ മകനെ എന്ന അറബിയിൽ എഴുതി കൊടുത്തു. ആ കടലാസുമായി ആവേശത്തോടു കൂടി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് കുട്ടി ഓടി വന്നപ്പോ
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അങ്കണത്തിൽ ഒരുപാട് സഹാബാക്കൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ സഹാബാക്കളും ഈ പ്രശ്നം കേട്ടറിഞ്ഞെത്തിയതാണ്. നബിയുടെ പേരക്കുട്ടിയും ഖലീഫയുടെ മകനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നറിയാൻ ജനങ്ങൾ കൂടിയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹസൈനാര് തങ്ങൾ എഴുതിയ കടലാസങ്ങ് കൈ കിട്ടിയപ്പോൾ സ്വഭാവം മാറി സന്തോഷത്തിന്റെ കണ്ണുനീരൊരുക്കിക്കൊണ്ട്, എന്തെന്നില്ലാത്ത സന്തോഷത്തിന്റെ കണ്ണുനീര് വാർത്തുകൊണ്ട് പറയുന്നു, എന്റെ സഹാബാക്കളെ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സാക്ഷിയാവണം. എന്റെ ജീവന്റെ ജീവനായ, എന്റെ എല്ലാമായ എന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അടിമയാണ്, ഒരു ഗുലാമാണ് ഈ ഉമറെന്ന്. ആ നബിയുടെ പേരക്കുട്ടി ഇതാ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ആ നബിയുടെ രക്തം ഏത് സിരകളിൽ ഓടുന്നുണ്ടോ ആ പൈതലിതാ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഉമർ ഒരു അടിമയാണ്, മറ്റാരുടെയും അടിമയല്ല. എന്റെ കരളിന്റെ കഷ്ണമായ, എന്റെ ജീവന്റെ ജീവനായ എന്റെ നബിയുടെ അടിമയാണ്. ഇൻഷാ അല്ലാഹ് ഉമറിന് നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ കഴിച്ചിലാവാൻ ഈ ഒരു തുണ്ടം കടലാസ് മതി എന്ന് പറഞ്ഞുകൊണ്ട് അല്പം പോലും അഹങ്കാരത്തിന് വകവെച്ചു കൊടുക്കാത്ത ഒന്നാം നമ്പർ അഹങ്കാരിയായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഒരു ചെറിയ കുട്ടി അടിമയെന്ന് ആക്ഷേപിച്ചപ്പോ ആ അഹങ്കാരം തുടിക്കുന്നതിന് പകരം താഴ്മയുടെ താഴെ തട്ടിലേക്ക് മഹാനവറുകളെ താഴ്ത്തിയ വിഷയം നബി പഠിപ്പിച്ചു കൊടുത്തിരുന്ന തസ്കിയത്തിന്റെ പാഠങ്ങളായിരുന്നു. വയുസക്കീഹിം ഈ തസ്കിയത്തായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. നൂറുകണക്കിന് ചരിത്രങ്ങൾ വെറും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ മാത്രം നടന്നത് പറയാൻ സാധിക്കും. ബഹുമാനികളെ, സമയക്കുറവ് കൊണ്ട് ഞാനത് പറയുന്നില്ല. നിങ്ങൾ തന്നെ എത്രയോ കഥകൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേട്ടിരിക്കും. രാത്രിയിൽ വേഷം മാറിക്കൊണ്ട് പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഇന്ത്യ രാജ്യത്ത് പോലും നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ഉമറിന്റെ ഭരണം റളിയല്ലാഹു അൻഹു അത് തുല്യതയില്ലാത്ത ഭരണമായിരുന്നു. ബഹുമാനികളെ, മഹാനവറുകളെ വേഷം മാറിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ ജനങ്ങളുടെ വിഷമങ്ങൾ അന്വേഷിച്ചുകൊണ്ട് മദീനയുടെ തെരുവിലൂടെ മണലാരണ്യത്തിലൂടെ നടന്നു പോകുമ്പോ മദീനയിലെ നിവാസികൾ മുഴുവനും ഉറങ്ങിയിട്ടുണ്ട്. എല്ലാ വീടുകളിലും വിളക്കണച്ചിട്ടുണ്ട്. എല്ലാവരും സുഖമായി ഉറങ്ങുന്നു. അത് കണ്ടുകൊണ്ട് ഉമറിന്റെ മനസ്സ് പുളകം കൊള്ളുന്നു. ഉമറിന്റെ ഭരണത്തിന്റെ കീഴിൽ അള്ളാന്റെ അടിമകൾ സുഖമായി കഴിയുന്നു. അൽഹംദുലില്ലാഹ്. അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ അതാ അങ്ങ് ദൂരെ ഒരു വീട്ടിൽ മാത്രം രാത്രിയുടെ 2-ാം യാമം കഴിഞ്ഞിട്ടുകൂടി ഒരു വെളിച്ചം കത്തിക്കൊണ്ടിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കുതിരയെ അല്പം ദൂരെ നിർത്തിവിട്ടുകൊണ്ട് മെല്ലെ മെല്ലെ നടന്നുകൊണ്ട് ആ വീട്ടിലേക്ക് അടുക്കുകയാണ്. അത് നോക്കുമ്പോൾ ഒരു വീടല്ല, അതൊരു കച്ചവടത്തിന്റെ ഒരു കൈമയാണ്. ഒരു വ്യാപാരിയുടെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കൂടാരമാണ്. ആ കൂടാരത്തിന്റെ മുന്നിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് പരിചയമില്ലാത്ത ഒരു വ്യാപാരി ഇങ്ങനെ മുന്നിൽ ഉലാത്തുന്നുണ്ട്. എന്തോ വിഷമം കൊണ്ട് വെപ്രാളപ്പെട്ട് നടക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു താഴ്മയുടെ താഴ്മ സ്വീകരിച്ചുകൊണ്ട്, വിനയത്തിന്റെ വിനയം സ്വീകരിച്ചുകൊണ്ട് ചോദിക്കുന്നു, സഹോദരാ, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഈ വ്യാപാരി ഇത് ഉമർ റളിയല്ലാഹു അൻഹു ആണെന്നറിയാഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് പറയുന്നു, നിങ്ങളൊന്ന് പോകുക, നിങ്ങളോട് എനിക്ക് പറയേണ്ട കാര്യമില്ല. ഞാൻ എന്ത് വിഷമത്തിലാണെങ്കിൽ ഞാൻ സഹിച്ചു കൊള്ളാം, നിങ്ങളൊന്ന് പോയിക്കൊള്ളുക. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആട്ടുകയാണ്. പോകുന്നില്ല. കുറച്ചു നേരം അവിടെ നിന്നുകൊണ്ട് വീണ്ടും പതിഞ്ഞ സ്വരത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, സഹോദരാ, നിങ്ങൾക്ക് എന്ത് പറ്റി? അപ്പോഴും അയാൾ ചൂടാകുകയാണ്. അദ്ദേഹം പറയാൻ സമ്മതിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വിഷമം എന്താണെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നില്ല. മൂന്നാമതും ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അദ്ദേഹം ദേഷ്യപ്പെടാൻ നോക്കുമ്പോ ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു പെണ്ണിന്റെ, ഒരു സ്ത്രീയുടെ ഞെരങ്ങിയുള്ള കരച്ചിൽ കേൾക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ ചോദിക്കുന്ന, സഹോദരാ, ആരാണ് കരയുന്നത്? ആരാണ് നിങ്ങളുടെ കൈമയിന്റെ ഉള്ളിൽ വിഷമിക്കുന്നത്? ഈ വ്യാപാരി അല്പം ദേഷ്യത്തോടു കൂടി, അല്പം വെറുപ്പോടു കൂടി പറയുന്നു, അതെന്റെ ഭാര്യയാണ്. ഞങ്ങളൊരു യാത്രയിലായിരുന്നു. എന്റെ ഭാര്യ ഗർഭിണിയാണ്. അവളുടെ പ്രസവത്തിന് സമയമായിട്ടില്ല. അതിന്റെ മുമ്പ് തന്നെ വഴിമധ്യ വെച്ചുകൊണ്ട് ഈ സമയത്ത് അവൾക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടു. പ്രസവ വേദന കൊണ്ട് പൊളയുകയാണ് എന്റെ ഭാര്യ. അവളുടെ പ്രസവത്തെ ഒന്ന് ശുശ്രൂഷിക്കാൻ, പ്രസവം എടുക്കാൻ, അവൾക്കൊരു സേവനം ചെയ്യാൻ ഒരു പെണ്ണിനെ കിട്ടുമോ എന്ന് നോക്കാൻ എന്റെ അടിമ, ഞങ്ങളുടെ അടിമ ദൂരേക്ക് പോയിരിക്കുകയാണ്. നിങ്ങളൊന്ന് ശല്യം ചെയ്യാതെ പോയി തരുമോ? അത് പറഞ്ഞു തീരാൻ ഉമർ റളിയല്ലാഹു അൻഹു കാത്തുനിന്നില്ല. അദ്ദേഹം നോക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. ധൃതിയിൽ പോയിക്കൊണ്ട് കുതിരപ്പുറത്ത് ചാടിക്കയറി മിന്നൽ വേഗത്തിൽ തന്റെ വീട്ടിലേക്ക് ഓടിച്ചുകൊണ്ട് തന്റെ ഭാര്യയോട് ഉമർ റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞുകൊണ്ട് വിളിച്ചുണർത്തിക്കൊണ്ട് പറയുന്നു, സഹോദരി, പെട്ടെന്ന് പുറപ്പെടുക. മദീനയുടെ തെരുവില് ഒരു പാവപ്പെട്ട സ്ത്രീ
പ്രസവ വേദന കൊണ്ട് വിഷമിക്കുന്നുണ്ട്. അവൾക്ക് ശുശ്രൂഷിക്കാൻ, അവളുടെ പ്രസവമെടുക്കാൻ, അവൾക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് പെട്ടെന്ന് എന്റെ കൂടെ പുറപ്പെടുക. ബഹുമാനികളെ, ഇസ്ലാമിന്റെ മുടിചൂടാ മന്നനായ ലോകം കണ്ട ചക്രവർത്തിയുടെ ഭാര്യക്ക് പ്രസവമെടുക്കാൻ പഠിപ്പിച്ചു കൊടുത്തു ഉമർ റളിയല്ലാഹു അൻഹു. നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹോദരി പ്രസവ വേദന കൊണ്ട് പടയുമ്പോ അവളുടെ രക്തവും അവളുടെ ആ മ്ലേച്ഛമായ അവസ്ഥയും നീക്കാൻ മറ്റൊരു സഹോദരി തയ്യാറില്ല, നമ്മുടെ ഉമ്മ തയ്യാറില്ല. അടുത്ത വീട്ടിലെ പേറ്റിച്ചിയെ വിളിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇസ്ലാമിന്റെ ചക്രവർത്തി തന്റെ ഭാര്യക്ക് പഠിപ്പിച്ചു കൊടുത്ത പാഠങ്ങളിൽ ഒരു പാഠം പ്രസവമെടുക്കലാണെങ്കിൽ, ബഹുമാനികളെ ചിന്തിക്കുക, ഇസ്ലാമിന്റെ തസ്കിയത്ത് കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഏതവസ്ഥയിലെത്തിയോ ആ തസ്കിയത്തിന്റെ പാഠങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ കൽബുകളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മിലും വരും ചെറിയൊരു താഴ്മ, ചെറിയൊരു വിനയം, ചെറിയൊരു സൽസ്വഭാവത്തിന്റെ ഉടമകള്. അവരുകളെ, നിങ്ങൾക്ക് കഴിക്കാനുള്ള കുറച്ച് ഭക്ഷണമുണ്ട് ഇവിടെ, എടുക്കുക. എനിക്ക് ഭക്ഷണം വേണ്ട, അതെടുത്തുകൊണ്ട് എന്റെ കൂടെ പുറപ്പെടുക. അങ്ങനെ ഭാര്യയെ തന്റെ കുതിരപ്പുറത്തിരുത്തിക്കൊണ്ട് മിന്നൽ വേഗത്തിൽ ഓടിച്ചുകൊണ്ട് ഈ വ്യാപാരിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ കൂടാരത്തിന്റെ ഉള്ളിലേക്ക് പോയി പ്രസവ വേദന സഹിച്ചുകൊണ്ട് പടഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യാപാരിയുടെ അന്യ സ്ത്രീയുടെ രക്തം കയ്യിലാക്കി അവളുടെ ഗർഭമെടുത്തുകൊണ്ട് ആ കുട്ടിയെ പുറത്തെടുത്തുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വിളിച്ചു പറയുന്നു, കൈമയുടെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ സഹോദരൻ ഒരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. ബഹുമാനികളെ, ഇത് കേട്ടപ്പോ ഞെട്ടിത്തരിച്ചുകൊണ്ട് ഈ വ്യാപാരി ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാൽക്കൽ വീഴുകയാണ്. ഇത് ഉമർ റളിയല്ലാഹു അൻഹു ആണെന്ന് അറിഞ്ഞുപോയില്ല. അവർക്കൊക്കെ ആദരവുള്ള, സ്നേഹമുള്ള, ബഹുമാനമുള്ള മഹാൻ തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷെ വേഷം മാറിയത് കൊണ്ട് അറിയാതെ പോയതാണ്. പടച്ച തമ്പുരാനെ, ഈ മഹാനവറുകൾ വേഷം മാറി നടക്കാറുണ്ടെന്നും അറിയുന്ന ഈ വ്യാപാരി ഇത് ഉമറാണെന്ന് അറിഞ്ഞപ്പോൾ റളിയല്ലാഹു അൻഹു കാൽക്കൽ വീണുകൊണ്ട് കരയുകയാണ്. മാപ്പാക്കുക, അറിഞ്ഞില്ല, പൊറുക്കുക, ക്ഷമിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു ആ സഹോദരനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട്, സന്തോഷിക്കുക, നിങ്ങൾക്കൊരു ആൺകുട്ടി ജനിച്ചതല്ലേ, നിങ്ങൾ വിഷമിക്കണ്ട, ഉമറിന് അതിൽ യാതൊരു പൊരുത്തക്കേടുമില്ല, ഇത് ഉമറിന്റെ ചുമതലയാണ്, ഉമർ അറിയാതെ പോയതാണ്, ഉമറിനോട് ക്ഷമിക്കുക. ബഹുമാനികളെ, പാതാളത്തോളം താഴാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ച വിഷയം ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തുടക്കത്തിൽ ആരായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇപ്പോൾ ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? ഇങ്ങനെ നൂറുകണക്കിന് ഉദാഹരണങ്ങളിലൂടെ, സഹാബാക്കളുടെ ചരിത്രങ്ങളിലൂടെ, പാഠങ്ങളിലൂടെ നബി കൊടുത്ത തസ്കിയത്ത് നമുക്കിവിടെ ചിത്രീകരിക്കാൻ സാധിക്കും. ബഹുമാനികളെ, ഈ തസ്കിയത്ത് ഖുർആൻ പറഞ്ഞ വയുസക്കീഹിം ഇത് നമുക്ക് ഇന്ന് ലഭിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കൽബിൽ ചിലർക്ക് കിബറാണെങ്കിൽ, ചിലർക്ക് അസൂയയാണ്, ചിലർക്ക് ഉജുബാണ്, ചിലർക്ക് റിയാണ്, ചിലർക്ക് ഗീബത്ത് പറയുന്ന സ്വഭാവം, ചിലർക്ക് അസൂയ വെക്കുന്ന സ്വഭാവം, എന്തൊക്കെയോ കേടുകളുണ്ടോ ആ കേടുകളിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം. ഔലിയാക്കൾ അംഗീകരിക്കുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാഹ്, അത് നമുക്ക് നല്ലതാണ്. ഏതൊരു നാട്ടിൽ ഏതൊരു മഹാനുണ്ടോ ആ മഹാൻ അംഗീകരിക്കുകയും അവരുടെ സ്മരണ പുതുക്കുകയും അവരുടെ പേരിൽ അന്നദാനങ്ങൾ നടത്താൻ നമ്മുടെ മുസ്ലിം സമൂഹം മടിച്ചിട്ടില്ല. ഇപ്പോഴും ആ ബർക്കത്ത് നമുക്ക് നിലനിൽക്കുന്നുണ്ട്. ബഹുമാനികളെ, നമ്മോടടുത്തുള്ള മാമ്പുഴയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സൂഫി വര്യനായ മഹാനവറുകളുടെ സിയാറത്തും അവിടുത്തെ ഭക്ഷണ വിതരണമൊക്കെ കഴിഞ്ഞ 1-2 ആഴ്ചകളിലേ ആയുള്ളൂ. ആ മഹാനവറുകൾ ആദരിക്കുന്നതിലും അവരെ സ്നേഹിക്കുന്നതിലും അവരുടെ പേരിൽ പാവങ്ങൾക്ക് അന്നദാനം ചെയ്യുന്നതിലും ഈ വിഷയത്തിൽ നിന്നൊന്നും നമ്മൾ പിറകോട്ട് പോയിട്ടില്ല. അൽഹംദുലില്ലാഹ്, നല്ലതാണ്. ആ മഹാനവറുകളെ മഹാന്മാരായി പരിചയപ്പെടുത്താൻ ഔലിയാക്കൾ മടിക്കാറില്ല. ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഗുരുക്കന്മാരും അതിൽ അല്പം പോലും പിറകോട്ട് പോകാറില്ല. ഞാൻ മാമ്പുഴയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലേ, 19 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ ആ മഹാനവറുകളുടെ ഖബർസ്ഥാൻ അതൊരു പ്രത്യേക ദർഗയാക്കി, അല്ലെങ്കിൽ അതൊരു പ്രത്യേക ആദരവോടുകൂടി പരിഗണിച്ചുകൊണ്ട് വളരെ സമുചിതമായി ചെയ്യേണ്ട ക്രമത്തിൽ ആദരിച്ചുകൊണ്ട് അവരുടെ ഉറൂസ് മുബാറക്കുകൾ നമ്മുടെ ഈ മാമ്പുഴയുടെ പരിസരത്ത് നടത്താൻ തുടങ്ങിയിട്ട് 10-15 കൊല്ലമേ ആയിട്ടുള്ളൂ. അതിന്റെ മുമ്പ് നമുക്കറിയുന്ന മഹാൻ തന്നെയാണ്, ഈ നാട്ടുകാർക്ക് അറിയുന്ന മഹാൻ തന്നെയാണ്. അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അന്നത്തെ സംസാരം കൊണ്ട് ആർക്കെങ്കിലും തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തുക. ആ മഹാനവറുകളെ നാട്ടുകാർക്ക് അറിയില്ല എന്നല്ല പറഞ്ഞത്. ഇവിടെ ജീവിച്ച മഹാനെ ഇവിടെ എങ്ങനെ അറിയാതിരിക്കും? പക്ഷേ അവരുടെ മസാറിന് നല്ല നിലക്ക് ആദരിച്ചുകൊണ്ട് അതിനെ നല്ല നിലക്ക് അത് ഉറൂസുകളും മറ്റു പരിപാടികളുമായി കൊണ്ടു നടക്കുന്നതിന്റെ മുമ്പ് തന്നെ
ആ മഹാനവറുകൾ മഹാനായി അവരുടെ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സമയത്ത് തന്നെ തന്റെ മുരീദന്മാരോടുകൂടി ആ പള്ളിയിൽ ഒരു ദിവസം ജുമ നിർവഹിക്കാൻ സാഹചര്യം കിട്ടിയ, ഞങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തന്ന കേരളത്തിന്റെ മുത്തായിരുന്ന കരുവാരക്കുണ്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ 13-ാം തീയതി ആരുടെ ഉറൂസിന് വേണ്ടിയാണോ നൂരിശാത്തങ്ങളുടെ സീമന്തപുത്രൻ കേരള മണ്ണിൽ കാലുകുത്തുന്നതെങ്കിൽ മദ്രാസുകാരനായ സുഹൂരിശാത്തങ്ങള്, നൂരിശാത്തങ്ങളല്ല സുഹൂരിശാത്തങ്ങള് ഈ കരുവാരക്കുണ്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാനവറുകള് ഒരിക്കൽ ഞങ്ങളുടെ പഴയ ചില മുരീദന്മാരോട് കൂടി ആ പള്ളിയിൽ ജുമ നമസ്കരിക്കാൻ വന്നപ്പോൾ ഒരു മഹാന്റെ, ഒരു വലിയന്റെ മസാറാണിത്, ഇവിടെ ദുആ ചെയ്തിട്ട് നമുക്ക് പോകാമെന്ന് ആ മുരീദന്മാരെ പരിചയപ്പെടുത്തി അവരോട് അതിന് പ്രേരിപ്പിച്ചു കൊടുത്ത മഹാനാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ മഹാനവറുകള് അവരെ തള്ളി പറയാൻ ഈ മഹാന്റെ മസാറ് തന്നെ ഉപയോഗിച്ചത് ശരിയായില്ല എന്നാണ് സൂചിപ്പിച്ചത്. ഔലിയാക്കളെ തള്ളിപ്പറയുകയോ ഔലിയാക്കളുടെ അവകാശവാദം ഉന്നയിക്കുകയോ അവർ ഞങ്ങളുടെ ആളുകളാണ്, നിങ്ങളുടെ ആളുകൾ, ഈ വാദമൊന്നും അള്ളാന്റെ ഫضل കൊണ്ട് ഞങ്ങൾക്കില്ല. ആ മഹാന്മാർ തന്നെ ആ നാട്ടിലെ ജനങ്ങൾ അറിയുന്നവർ തന്നെയാണ്. പക്ഷേ ഞങ്ങളെ പഠിപ്പിക്കുന്നതും അതേ പാഠങ്ങളാണ്. മഹാന്മാരെ മഹാന്മാരായി കാണുക. ആ മഹാനവറുകൾ സൂചിപ്പിക്കുന്ന, എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, വലിയനെ അറിയും, എലിയെ അറിയും. വലിയെ അറിയും, എലിയെ അറിയും, വലിയനെ അറിയുള്ളൂ വലിയ ആരാണെന്ന്. അതുകൊണ്ട് ഔലിയാക്കളെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും അവരുടെ ചെരുപ്പുകള് തലയിൽ ചുമക്കുന്നവരുമായ ഔലിയാക്കൾ തന്നെയാണ് നമുക്കും ഈ പാഠങ്ങൾ പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് അന്നാ പറഞ്ഞതാ മഹാന്മാരെ എന്തെങ്കിലും അവകാശവാദത്തില് മാറ്റിമറിച്ചു പറഞ്ഞതല്ല, നമുക്ക് പരിചയപ്പെടുത്തി തന്നതും അതേ നിലക്ക് മഹാനായിക്കൊണ്ട് തന്നെയാണ് എന്നാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് ബഹുമാനികളെ, എന്റെ വിഷയത്തിൽ നിന്ന് ഞാൻ മാറിപ്പോയതല്ല. ഔലിയാക്കൾ ആദരിക്കുക, ഔലിയാക്കളെ ബഹുമാനിക്കുക. മമ്പുറം ഉറൂസ്, പെരുമ്പടപ്പ് ഉറൂസ്, അതുപോലെ റിഫായി റാത്തീബ്, മങ്കൂസ്, എല്ലാത്തരം ആദരവുകളും ഔലിയാക്കളുടെ മഹത്വങ്ങളും സ്വീകരിക്കുന്നവരും അംഗീകരിക്കുന്നവരും തന്നെയാണ്. അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു പുതിയ ചിന്താഗതി അല്ല ഇത്. മറിച്ച് അവരുടെ ശരിയായ വിഷയത്തിലേക്കും അള്ളാഹിനെ കുറിച്ചുള്ള പഠനത്തിലേക്കും ഹൃദയ സംസ്കരണത്തിലേക്കും തസ്കിയത്തിലേക്കും ഒക്കെ നമുക്കും എത്തേണ്ടതുണ്ട്, പോവേണ്ടതുണ്ട്. അതിന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാകുക. എവിടെ പോയി പഠിച്ചാലും മതി. ഈ പിഴച്ചതെന്ന് ആരൊക്കെ പറയുന്നുണ്ടോ, ആ പിഴച്ചതാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ, അവരുടെ അടുത്തേക്ക് പോണ്ട. ഞങ്ങളുടെ അടുത്ത് പഠിക്കാൻ വരണമെന്ന് ആവശ്യപ്പെടുന്നില്ല. ഞങ്ങൾ മാത്രമാണ് ഇത് പഠിപ്പിക്കുന്നതെന്ന വാദവുമില്ല. ബഹുമാനികളെ, അന്വേഷിക്കുക, സത്യസന്ധമായി അന്വേഷിക്കുക. അന്വേഷിച്ച് കിട്ടുമെങ്കിൽ എവിടെയെങ്കിലും പോയി തസ്കിയത്തും അതുപോലെ അള്ളാഹിനെ കുറിച്ചും പഠിച്ചേക്കാൻ തയ്യാറാകുക. കിട്ടുന്നില്ലെങ്കിൽ, ആരെങ്കിലും ഇത് കിട്ടില്ല എന്ന് പറയുന്നെങ്കിൽ, ഇക്കാലത്ത് ഇങ്ങനത്തെ ഔലിയാക്കൾ ഉണ്ടാവില്ല എന്ന് പറയുകയാണെങ്കിൽ, ലോകത്ത് മുറബിയായ മശായിഖന്മാർ ഇക്കാലത്ത് ഉണ്ടാവില്ല എന്ന് പറയുകയാണെങ്കിൽ, എല്ലാ തരീക്കത്തും പേച്ചതാണ്, ഒരു തരീക്കത്തും നല്ലതല്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ഇക്കാല തരീക്കത്ത് വേണ്ട, സ്വലാത്ത് ചൊല്ലി ഇരുന്നാൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഔലിയാക്കളുടെ ദൗത്യം നമ്മിൽ നിന്ന് കൊട്ടിയടക്കുന്നുണ്ടെങ്കിൽ, ഇന്നങ്ങനെ പഠിക്കാൻ കഴിയില്ലെന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, അവരെ കുറ്റം പറയേണ്ട, അവരെ തള്ളി പറയേണ്ട, അവർക്ക് ചെയ്യുന്ന സേവനം നിർത്തണ്ട. അവരുടെ പള്ളികളിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ടേയിരിക്കുക. അവരാദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതോട് കൂടി ഈ വിഷയം സംഘടിപ്പിക്കുന്ന ഈ സാധുക്കളുമായി ഒന്ന് ബന്ധപ്പെടുക, ഒന്ന് അന്വേഷിക്കുക. എന്താ നിങ്ങളെടുത്തതിന് വല്ല കോപ്പുണ്ടോ? നിങ്ങളെല്ലാം ഒരാളെ കൊണ്ടുവന്ന് അള്ളാഹിനെ കുറിച്ച് പഠിക്കണം, തസ്കിയത്ത് വേണം, സംസ്കരണം വേണം, ആ സ്നേഹം വേണം എന്നൊക്കെ പറഞ്ഞാൽ അതിന് നിങ്ങളെടുത്ത് വല്ല പദ്ധതിയുണ്ടോ? ചോദിക്കുക, പഠിക്കുക, കിട്ടുമെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോവുക. ഇത് ഒരു ഖബറിൽ രക്ഷപ്പെടാനുള്ള ഒരു ടൈറ്റിലല്ല. നീ തരീഖത്തുകാരനായിരുന്നോ, നീ സുന്നി ആയിരുന്നോ, നീ മുജാഹിദായിരുന്നോ, AP, ഇങ്ങനെ ഓരോ ഈ ടൈറ്റിലിന്റെ ചോദ്യം ഖബറിലില്ല. ഇത് നല്ലതാണ്, കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതല്ല നമ്മുടെ മുഖ്യമായ വിഷയം. ഈമാനുണ്ടോ? മൻ റബ്ബുക, നിന്റെ റബ്ബാര, നീ റബ്ബായി ആരെ മനസ്സിലാക്കി? നീയും നിന്റെ റബ്ബും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അത്തരം പഠനങ്ങൾ തന്നെ വേണം. അത് പഠിപ്പിക്കാനും ഉള്ള ഒരു വേദി ഇൻഷാ അല്ലാഹ് ഇതാ, അത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് അതിലേക്ക് ശ്രദ്ധ തിരിക്കാനും നിങ്ങൾക്കൊക്കെ പരിചയമുള്ള കരുവാരക്കുണ്ട് അങ്ങാടിയിലെ മഹാനായ ഈ പറയപ്പെട്ട സുഹൂർ ഷാ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദർഗാ ഷരീഫിനോട് സമീപത്തായിക്കൊണ്ട് അവരുടെ ഉറൂസും ഭക്ഷണ വിതരണം 3 ദിവസത്തെ ആത്മീയ തർബിയത്ത് ക്യാമ്പും, ഒരു പണച്ചെലവില്ലാതെ, ഒരു പിരിവും ഉണ്ടാവില്ല, ഒരു കീശയിൽ നിന്ന് ഒരു പൈസ പോലും നിങ്ങളത് പുറത്തേക്ക് വരൂല, വരുത്താനുള്ള ഒരു പണി ഉണ്ടാവില്ല, ഒരു പിരിവും ഇൻഷാ അല്ലാഹ് അവിടെ നിങ്ങളോട് പിരിക്കില്ല. ഒരു പണവും നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കണ്ട. പണം കൊണ്ട് വരിക വേണ്ടെന്ന പിന്നെ എടുക്കേണ്ട ഗതി ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു പണത്തിനുള്ള ഒരു ചൂഷണത്തിന്റെ വഴിയാണ്, അല്ലെങ്കിൽ പണം വലിക്കാനുള്ള പരിപാടിയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനത്തെ ഒരു പരിപാടി അവിടെ ഉണ്ടാവില്ല. ഫ്രീ ആയിട്ട്, ഒരു പണച്ചെലവില്ലാതെ ഭക്ഷണം, താമസം, എന്താ നിങ്ങൾക്ക് വേണ്ട മുഴുവനും നൽകിക്കൊണ്ട്
3 ദിവസം എന്റെ ബഹുമാനികളെ ദീനിനു വേണ്ടി തരിക. അതിനാരെങ്കിലും എതിർത്ത് പറയുന്നുണ്ടെങ്കിൽ തൽക്കാലം അവരുടെ എതിർപ്പൊന്ന് മാറ്റിവെക്കുക. പോവരുതെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തൽക്കാലം അവരുടെ വാക്കൊന്ന് കേൾക്കാതിരിക്കുക. എത്രയോ നമ്മുടെ ഉസ്താദന്മാരും ആളുകൾ പറയും നമ്മൾ കേൾക്കാതിരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഇതായിട്ട് എന്തൊക്കെ ഒരു ചെറിയ സന്ദർഭം ഒന്ന് പരീക്ഷിക്കാൻ, ഒന്ന് കേട്ടറിയാൻ. ഈ പറയുന്ന പൊട്ടി പൊളിഞ്ഞ വാക്ക് പോലെ ആവില്ല മഹാനവറുകളുടെ സംസാരം. ഗൗസുൽ ആലമിന്റെ റളിയല്ലാഹു അൻഹുവിന്റെ 22ാമത്തെ പേരമകനാണ്. ആ മഹാന്റെ രക്തമാണ് അവരുടെ സിരകളിൽ ഓടുന്നത്. മഹാനായ സയ്യിദ് നൂരി ഷാ തങ്ങളുടെ സീമന്ത പുത്രനാണ്. ഇന്ന് ലോകത്ത് തരീഖത്തിന്റെ വിഷയങ്ങള് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ 40ഓളം രാഷ്ട്രങ്ങളിൽ എല്ലാ വർഷവും ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു മഹാനാണ്. കുൽ ഹിന്ദ് മജ്ലിസുൽ ഉലമാ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. കേരളത്തിന്റെ മലപ്പുറം ജില്ലയുടെ കരുവാരക്കുണ്ടൊരു മുക്കിലെ 10 ആളുകളുടെ നേതാവല്ല ഇത്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലുമുള്ള ഒരു ആത്മീയ സംഘടനയാണ് കുൽ ഹിന്ദ് മജ്ലിസുൽ ഉലമാ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. ആ മഹാനവറുകൾ ശബ്ദം ശ്രവിക്കാനും അവരുടെ ഇർഷാദാത്തുകൾ ഉൾക്കൊള്ളാനും നിങ്ങൾ സമയം തരാൻ തയ്യാറാകുക. പ്രത്യേകിച്ച് മഗ്രിബ് നമസ്കാരാനന്തരം ആ മഹാനവറുകളുടെ പൊതുപ്രസംഗം ഉണ്ടാവും. അതൊന്ന് കേൾക്കട്ടെ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു തീരുമാനം ഈ 1.5 മണിക്കൂർ നേരത്തെ ഈ പൊട്ടിപ്പൊളിഞ്ഞ വാക്കുകളെ കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്റെ ഈ ശ്രമം ഫലമായി. അതിന് നിങ്ങൾ തയ്യാറാകുക ബഹുമാനികളെ. ആർക്കും പിടികൊടുക്കരുത്, ആർക്കും വക്കാലത്ത് കൊടുക്കരുത്, ആർക്കും നമ്മുടെ ദീന് കയ്യിൽ കൊടുക്കരുത്. ആരെയും അതേൽക്കാൻ നിങ്ങൾ വക്കാലത്ത് കൊടുക്കാതെ നിങ്ങൾ നല്ല ധൈര്യത്തോടുകൂടി സന്മനസ്സോടുകൂടി ആത്മാർത്ഥമായി അള്ളാഹിനോട് ദുആ ചെയ്ത്, പടച്ച തമ്പുരാനെ എന്റെ പാവപ്പെട്ട ഒരടിമയാണ് ഞാൻ, എനിക്ക് ദീൻ എന്താണെന്ന് ശരിക്കും പഠിക്കാൻ അവസരം കിട്ടിയില്ല. ഓരോരുത്തർ വന്ന് ഓരോന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പോ ഔലിയാക്കളെ വിഷയം പറഞ്ഞുകൊണ്ട്, പഴഞ്ചനായ ദീനിനെ പരിചയപ്പെടുത്തിക്കൊണ്ട്, സഹാബാക്കളുടെ കാലം പറഞ്ഞുകൊണ്ട്, നബിയുടെയും ഖുലഫാഉ റാഷിദീങ്ങളുടെയും കാലം പറഞ്ഞുകൊണ്ട്, ഖുർആനിക്കൊണ്ട് ചില പോരായ്മകൾ ഉണ്ടെന്ന് ഒരു സാധു മനുഷ്യൻ പറയുന്നത് കേട്ടു. അത് നല്ലതാണ്, അത് പോരായ്മയാണെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു. ഞാനൊന്ന് പോയി നോക്കട്ടെ, ഞാനൊന്ന് പോയി കേൾക്കട്ടെ എന്ന് നിങ്ങളുടെ മനസ്സ് വന്നാൽ ഇൻഷാ അല്ലാഹ് ഈ പരിപാടി മുതലായി ഞാൻ നിർത്തുകയാണ്. ബഹുമാനികളെ, ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ദിവസങ്ങളിലായി ഇതിന്റെ സമീപ പ്രദേശങ്ങളിൽ ഇതിന്റെ പ്രചരണ യോഗങ്ങൾ ഉണ്ടാവുമ്പോൾ ഇതിനോട് തുടർന്നുകൊണ്ട് ഇനിയും കേൾക്കാം. നിങ്ങൾ അവിടേക്കും ആ സമയം തരണമെന്ന് മാത്രം ഉപദേശിച്ചുകൊണ്ട് ഈ തർബിയത്ത് ക്യാമ്പിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വിഷയം ഉപസംഹരിക്കുകയാണ്. അർഹമുർ-റഹീമായ തമ്പുരാനെ, ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവണേ. പഠിച്ചവനെ, അമല് ചെയ്യാൻ തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങൾ